ആ സിസ്റ്റത്തിലേക്ക് വരാം. പോഷണം എന്ന് പറയുന്ന ഒരു ജനറൽ കാര്യം ഡിസ്കസ് ചെയ്തിട്ട് അതിന്റെ കാര്യത്തിലേക്ക്, പോഷണം എന്ന് പറയുന്ന കാര്യം പഠിക്കുമ്പോൾ നിങ്ങൾ അവിടെ പഠന വിധേയമാക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യമുണ്ട്. അത് അവസാനം നമുക്ക് പഠിക്കാം. ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. കാർബോഹൈഡ്രേറ്റിന്റെ ഡൈജഷൻ, കാർബോഹൈഡ്രേറ്റിന്റെ അബ്സോർപ്ഷൻ, ലിപ്പിഡിന്റെ ഡൈജഷൻ, ലിപ്പിഡിന്റെ അബ്സോർപ്ഷൻ, പ്രോട്ടീന്റെ ഡൈജഷൻ, പ്രോട്ടീന്റെ അബ്സോർപ്ഷൻ. ഇത് മൂന്നും നമ്മൾ വ്യക്തമായിട്ട് വളരെ ഭീകരമായിട്ട് നമുക്ക് പഠിക്കണം. അതുമായിട്ട് ബേസ് ചെയ്ത് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ CFW നമ്മളോട് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. CFW ഉള്ളൂ, CFP എന്നല്ലേ അല്ലേ? CFB എന്ന് പറഞ്ഞാൽ എന്താണ്? CFB എന്ന് വെച്ചാൽ എന്താ? കലോറിഫിക് ഫ്യൂവൽ വാല്യൂ എന്ന് പറയുന്നത് അല്ലെ? കലോറിഫിക്കൽ ഫ്യൂവൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? കലോറിഫിക്കൽ ഫ്യൂവൽ വാല്യൂ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കലോറിഫിക്കൽ ഫ്യൂവൽ വാല്യൂ, ഇതിന്റെ പച്ച മലയാളത്തിൽ നമ്മൾ പറയും കലോറിക മൂല്യം. കലോറിക മൂല്യം ഈ ടൈം കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ നിങ്ങള് അല്ലേ? ഈ ടൈം ഇത് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ഈ ടൈം ഇത് അറിയണമെങ്കിൽ എന്താണ് ഒരു കലോറി എന്നുള്ളത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഒരു കലോറി എന്താണ്? ഒരു കലോറി എന്നുള്ളത്, ഒരു കലോറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഒരു KAL എന്ന് പറയുന്ന ഒരു കലോറി എന്താണ്? എന്താണ് ഒരു കലോറി എന്ന് പറയുന്നത്? ഇതാണ്ടേ അതായത് ഈ കലോറിക മൂല്യം കണക്കാക്കുന്നത് ഒരു എക്യുപ്മെന്റ്സിൽ വെച്ചാണ്. എന്താണ് എക്യുപ്മെന്റ്സിന്റെ പേര്? ഈ കലോറിക മൂല്യം കണക്കാക്കുന്ന ഒരു എക്യുപ്മെന്റ്സ് ഉണ്ട്. ആ എക്യുപ്മെന്റ്സിന്റെ പേരാണ് ബോംബ് കലോറി മീറ്റർ. ബോംബ് കലോറി മീറ്റർ എന്ന് പറയുന്നത് ഒരു ഈ കലോറിഫിക് വാല്യൂ, കലോറിക മൂല്യം കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ്. ഒരു ചേംബർ, ഇങ്ങനെയുള്ള ഒരു ചേംബർ ഉണ്ടായിരിക്കും. അതിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു മീറ്റർ ഉണ്ടായിരിക്കും. അത് നമുക്ക് അടയാളപ്പെടുത്താനായിട്ട്, നമ്മുടെ വാല്യൂസ് ഒക്കെ അടയാളപ്പെടുത്താനായിട്ടുള്ള ഒരു മീറ്ററും ഇങ്ങനെ ഉണ്ടായിരിക്കും. ഇങ്ങനൊരു സാധനം. അപ്പം എന്താണ് ഒരു കലോറി, ഒരു KCl എന്ന് പറയുന്നത്? എന്താണ് ഒരു കലോറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഒരു കലോറി? നമ്മൾ പറയുന്നത് ഫിസിക്സിലും ബയോളജിയിലും കെമിസ്ട്രിയിലും ഒക്കെ പഠിക്കുന്നതാണ്. 1 ലിറ്റർ ജലത്തിന്റെ ഊഷ്മാവിനെ 1 ലിറ്റർ ജലത്തിന്റെ ഊഷ്മാവിനെ 1 ലിറ്റർ ജലത്തിന്റെ ഊഷ്മാവിനെ എത്ര ഡിഗ്രി ഉയർത്താൻ? 1 ഡിഗ്രി അല്ലെ? 1 ഡിഗ്രി ഉയർത്താൻ ആവശ്യമായ ടെമ്പറേച്ചർ അല്ലെ? 1 ലിറ്റർ ജലത്തിന്റെ ഊഷ്മാവിനെ 1 ഡിഗ്രി ഉയർത്തുവാനുള്ള ടെമ്പറേച്ചർ, ഊഷ്മാവാണ് എന്തെന്ന് പറയുന്നത്? ഒരു കലോറി എന്ന് പറയുന്നത്. അതായത് 1 ഗ്രാം ഫുഡ്, ഇതിനകത്ത് ഞാൻ 1 ഗ്രാം ഫുഡ് എടുത്ത് വയ്ക്കുന്നു. 1 ഗ്രാം ഫുഡിനെ എടുത്ത് വയ്ക്കുന്നു. ദിസ് ഈസ് ബോംബ് കലോറി മീറ്റർ. ഇതിനാണ് ബോംബ് കലോറി മീറ്റർ എന്ന് പറയുന്നത്. ആ 1 ഗ്രാം ഫുഡ് ഞാൻ എടുത്ത്, ഇതിനകത്ത് 1 ഗ്രാം ഫുഡ് ഈ ബോംബ് കലോറി മീറ്ററിനകത്ത് എടുത്ത് വെക്കുമ്പോൾ ആ 1 ഗ്രാം ഫുഡ് ഈ ബോംബ് കലോറി മീറ്ററിനകത്ത് വെച്ചിട്ട്, അപ്പൊ ബോംബ് കലോറി മീറ്ററിനകത്ത് ചൂടുണ്ടാവും. അപ്പൊ ആ ഫുഡിൽ ഉണ്ടാകുന്ന ചൂടിനെ ഇവിടെയുള്ള ഈ മീറ്റർ രേഖപ്പെടുത്തും. അതായത് ഈ ഫുഡ് എത്ര കലോറി ഉണ്ടായെന്ന്. അതായത് 1 ഗ്രാം ഫുഡിന്റെ ഇവിടെയുള്ള ഈ 1 ഗ്രാം ഫുഡിന്റെ ബോംബ് കലോറി മീറ്റർ വെച്ചിട്ട് കത്തിക്കുമ്പോൾ, ചൂടാക്കുമ്പോൾ കിട്ടുന്ന എനർജി, ഊർജം എത്രയാണോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കലോറിഫിക് ഫ്യൂവൽ വാല്യൂ
അല്ലെങ്കിൽ കലോറിക മൂല്യം എന്ന് വിളിക്കുന്നത്. ഇതാണ്ട് 1 ഗ്രാം ഫുഡിനെ എവിടെ വെക്കുമ്പോഴത്തേക്ക് 1 ഗ്രാം ഫുഡിനെ ബോംബ് കലോറി മീറ്ററിൽ വെക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 1 ഗ്രാം ഫുഡിനെ ബോംബ് കലോറി മീറ്ററിനകത്ത് വെച്ചിട്ട് കത്തിക്കുമ്പോൾ കിട്ടുന്ന ഊർജം എത്രയാണോ അതാണ് കലോറിക് വാല്യൂ അല്ലെങ്കിൽ CFV കലോറിക മൂല്യം എന്ന് പറയുന്നത്. അതായത് നമ്മളത് പഠിക്കും, പരീക്ഷയിൽ ചോദിക്കുന്നത് എങ്ങനെയാണ്, 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിനെ കത്തിച്ചാൽ 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിനെ കത്തിച്ചു കഴിഞ്ഞാല് ബോംബ് കലോറി മീറ്ററിൽ അതിന്റെ CFV എത്രയാണെന്ന് ചോദിക്കാം. CFV എത്രയാണ് കലോറിഫിക്. അതായത് ഇപ്പൊ ഞാനിവിടെ എഴുതുന്നത് ഈ ബോംബ് കലോറി മീറ്ററിൽ വെച്ചിട്ട് 1 കിലോഗ്രാം കാർബോഹൈഡ്രേറ്റിനെ, കുറച്ച് ചോറ് അല്ലെങ്കിൽ കുറച്ച് മരിച്ചിനി അല്ലെങ്കിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്ത് വെച്ച് കത്തിക്കുകയാണ് 1 ഗ്രാം. അതിനെടുത്ത് വെച്ച് കത്തിക്കുമ്പോഴത്തേക്ക് ആ ബോംബ് കലോറി മീറ്ററിൽ നിന്ന് കിട്ടുന്ന എനർജി എത്രയെന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു ഫിക്സഡ് വാല്യൂ ആണ്. എത്രയാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്? എത്ര 4.1 വെരി ഗുഡ്. 4.1 കിലോ കലോറി പെർ ഗ്രാം എന്നുള്ളതാണ്. അപ്പൊ ഇത് ഈ 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ബോഡിയിൽ നിന്ന് കത്തുകയാണെങ്കിലോ, നിങ്ങൾ കഴിച്ചിട്ടാണ് നിങ്ങളുടെ ബോഡിയിൽ അതിരുന്ന് ദഹിക്കുകയാണെങ്കിലോ അതിനെ വേറൊരു പേരിലാണ് വിളിക്കുന്നത്. അതിനെ ശരീരത്തിൽ നിന്ന് കത്തുന്നതിനെ അല്ലെങ്കിൽ ശരീരം ദഹിപ്പിക്കുന്നതിനെ, ശരീരം ബേൺ ചെയ്യിപ്പിക്കുന്നതിനെ നമ്മൾ CFP എന്നല്ല പറയുന്നത്. അതിനെ നമ്മൾ എന്ത് പറയും? PFP എന്ന് പറയും. PFP എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫിസിയോളജിക്കൽ ഫ്യൂവൽ വാല്യൂ. ഫിസിയോളജിക്കൽ ഫ്യൂവൽ വാല്യൂ എന്ന് പറയും. അതായത് 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിന്റെ CFV എത്ര, കലോറിക മൂല്യം എത്ര, കലോറിഫിക് ഫ്യൂവൽ വാല്യൂ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4.1 കിലോ കലോറി പെർ ഗ്രാം ആണ്. എന്നാല് അതിന്റെ 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിന്റെ PFB, അതായത് നമ്മുടെ ബോഡിയിലുള്ളതാണ് PFB എന്ന് പറയുന്നത്. ഫിസിയോളജിക്കൽ ബോഡി ഫ്യൂൽ, ബോഡിയിൽ ഇരുന്ന് കത്തുക എന്ന് വെച്ചാൽ ദഹന പ്രക്രിയയിൽ എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 4 ആണ്. 4 കിലോ കലോറി പെർ ഗ്രാം ആണ്. അതുപോലെ 1 ഗ്രാം ലിപ്പിഡ് ആണെങ്കിലോ, 1 ഗ്രാം ലിപ്പിഡ് കത്തുമ്പോൾ എത്രയാണ് കലോറിഫിക് വാല്യൂ? 1 ഗ്രാം ലിപ്പിഡ് കത്തുമ്പോൾ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് 9.45 ആണ്. 9.45 കിലോ കലോറിയാണ്. PF വാല്യൂ എത്ര? 9 ആണ്. 9 കിലോ കലോറിയാണ് PF വാല്യൂ 9 ആണ്. ഇനി ലിപ്പിഡ് ഉണ്ട്, പിന്നെ പ്രോട്ടീൻ ഉണ്ട് അല്ലേ. 1 ഗ്രാം പ്രോട്ടീൻ ആണെങ്കിലോ കലോറിഫിക് വാല്യൂ എത്ര? 5.65 ആണ്. 65 കിലോ കലോറിയാണ്. അതിന്റെ PF എന്ന് പറയുന്നത് 4 ആണ്. 4 കിലോ കാലറിയാണ് പെർ ഗ്രാം ആണ്. ഇത് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ചിന്ന കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ഇതും കൂടെ ചേർത്തുള്ള ഒരു സ്റ്റഡിയാണ് നമുക്ക് വേണ്ടത്. അല്ല സിലബസിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, ബാക്കിയുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ ആ കാര്യങ്ങളിലൂടെ നമ്മൾ പഠിക്കണം. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ന്യൂട്രീഷൻ, പോഷണം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ന്യൂട്രീഷൻ എന്ന് പറയുന്നത് പഠിച്ചിട്ടുണ്ട്. സസ്യങ്ങളുടെ കാര്യത്തിൽ, ജീവനുള്ളവയില് സസ്യങ്ങളുടെ പോഷണ പ്രക്രിയയില് സസ്യങ്ങളിൽ നടക്കുന്ന പോഷണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയുള്ള പോഷണ രീതിയാണ്? അല്ലെങ്കിൽ സസ്യങ്ങളെ നമ്മൾ വിളിക്കുന്നത്, പ്ലാന്റ്സിനെ നമ്മൾ വിളിക്കുന്നത് എന്തെന്ന് വിളിക്കും? ഓട്ടോട്രോപ്സ് എന്ന് വിളിക്കും അല്ലെ. ഓട്ടോട്രോപ്സ് അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ എന്ത് വിളിക്കും? സസ്യങ്ങളെ സ്വപോഷികൾ എന്ന് വിളിക്കും അല്ലെ. സ്വപോഷികൾ. കാരണം ഇവയ്ക്ക് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുവാനുള്ള കഴിവുണ്ട് അല്ലെ. ഇവരുടെ അടുക്കള എന്ന് പറയുന്ന ഇലയിൽ വെച്ചുകൊണ്ട്, ഇലയിലുള്ള ചില പ്രത്യേക സവിശേഷമായിട്ടുള്ള ഭാഗങ്ങളിൽ വെച്ചുകൊണ്ട് മണ്ണിൽ നിന്ന് വേരിലൂടെ എടുക്കുന്ന ധാതുലവണങ്ങളെയും ജലത്തെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സൂര്യപ്രകാശത്തെ, അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും സൂര്യനിൽ നിന്നുള്ള പ്രകാശവും ലൈറ്റും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവയ്ക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി, കഴിവുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരെ
പോഷണം എന്ന് വിളിക്കും. സ്വപോഷകൾ എന്ന് വിളിക്കും. സ്വപോഷകൾ എന്ന് വിളിക്കും. അപ്പം സസ്യങ്ങൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കുവാൻ കഴിയും. എന്നാൽ ജന്തുക്കൾക്കോ സ്വയമായിട്ട് ആഹാരം നിർമ്മിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ജന്തുക്കളെ നമ്മൾ എന്ത് വിളിക്കും? ജന്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹെട്രോട്രോപ്സ് ആണ്. പരപോഷികളാണ്. ഹെട്രോട്രോപ്സ് ആണ്. ജന്തുക്കള് പരപോഷികളാണ്. ജന്തുക്കളെ പരപോഷികൾ എന്ന് വിളിക്കും. അപ്പൊ ഈ പരപോഷികളായിട്ടുള്ള ജന്തുക്കളുടെ ആഹാര സമ്പാദന രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഭയങ്കര വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പ്രകൃതിയില് സസ്യങ്ങളായാലും ജന്തുക്കളായാലും ലഘുഘടനയോട് കൂടിയിട്ടുള്ള ജീവികൾ മുതൽ, അതായത് യൂണിസെല്ലുലാർ ടു മൾട്ടി സെല്ലുലാർ, ഏകകോശങ്ങളായിട്ടുള്ള ജീവികൾ മുതൽ ബഹുകോശങ്ങളായിട്ടുള്ള ജീവികൾ, ബോത്ത് ആർ അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് കാണാൻ പറ്റും. ഇവയിൽ തന്നെ ലഘുഘടനയുള്ളവരുണ്ട്, സങ്കീർണമായിട്ടുള്ള ഘടനയുണ്ട്. ലഘുഘടന എന്ന് പറയുന്നത് ഏകകോശ ജീവികളിലേക്ക് വരുമ്പോഴത്തേക്ക്, ബഹുകോശ ജീവികളിലേക്ക് വരുമ്പോഴത്തേക്ക് സങ്കീർണമായിട്ടുള്ള ഘടനയിലേക്ക് വരുന്നു. അപ്പൊ ഈ രണ്ട് ജീവികളുടെയും പോഷണ പ്രക്രിയ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറന്റ് ആണ്, വളരെ വ്യത്യാസമായിട്ടുള്ളതാണ്, വ്യത്യസ്തമായിട്ടുള്ളതാണ്, വിചിത്രമായിട്ടുള്ളതാണ്. അത് നിങ്ങൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? കുഞ്ഞു ക്ലാസ്സിൽ നിന്ന് പഠിക്കും അമീബയുടെ പോഷണം. അമീബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫൈലത്തിൽ വരുന്നതാണ് അമീബ ഏത് ഫൈലത്തിലുള്ളത്? ആരാ അമീബ ആരാണ്? പ്രോട്ടിസ്റ്റൻസ് ആണ്. നമുക്കറിയാം അല്ലെ, ശുദ്ധജലത്തിൽ ജീവിക്കുന്ന ഏകകോശ ജീവിയാണ് അമീബ എന്നൊക്കെ നമുക്കറിയാം അല്ലേ? അപ്പൊ ജലത്തിൽ കാണപ്പെടുന്ന സൂക്ഷ്മ ജീവികളും ജലത്തിലുള്ള ജൈവാംശങ്ങളൊക്കെയാണ് ഈ അമീബ ഭക്ഷണമാക്കുന്നത് അല്ലെ? അമീബ ഭക്ഷണം സ്വീകരിക്കുന്നത്, അതിനെ ഇഞ്ചക്ഷൻ, അമീബ എന്ന് പറയുന്ന ജീവി എടുത്ത് നമുക്കറിയാം ഷേപ്പ് ഒന്നുമില്ല, സ്ട്രക്ചർ ഒന്നുമില്ല, ഷേപ്പ് ഇല്ലാത്ത ജീവിയാണ്. അപ്പൊ അമീബ ഭക്ഷണം കഴിക്കുന്ന രീതി അറിയാം. അമീബ ഭക്ഷണം കഴിക്കുന്ന അമീബയുടെ അടുത്തോട്ട്, അമീബയുടെ സെല്ലിന് അടുത്തോട്ട്, കോശത്തിന് അടുത്തോട്ട് ഒരു ജീവി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അമീബ എന്ത് ചെയ്യും? അതിനെ അമീബയുടെ അടുത്തോട്ടൊരു ജീവി വരുന്നു, ഒരു മൈക്രോ ഓർഗാനിസം വരുന്നു. അമീബയുടെ അടുത്തേക്ക് ഒരു മൈക്രോ ഓർഗാനിസം വരുന്നു. ദിസ് ഈസ് മൈക്രോ ഓർഗാനിസം. അമീബയെക്കാളും ചെറുത്. എന്ത് സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? ബോർഡില്ലേ? ബോർഡ് ആർക്കും ഇല്ലേ? ബോർഡ് ആർക്കും ഇല്ലയോ? എല്ലാവരും കാണാൻ പറ്റാത്തവരാ? കാണാൻ പറ്റാത്ത ആളുണ്ടോ? കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ചെയ്യേണ്ടത് നിങ്ങളൊന്ന് എക്സിറ്റ് ആയിട്ട് എൻ്റർ ആവുക, അല്ലെങ്കിൽ അതിന്റെ ടോപ്പില് റൈറ്റ് സൈഡിലായിട്ട് ഒരു പിന്നിന്റെ ചിത്രം കാണാൻ പറ്റും. പിന്ന് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് പിൻ ചെയ്ത് വെക്കുക. അപ്പൊ കാണാൻ പറ്റും. ആർക്കാ കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ ആർക്കാണ്? ബോർഡ് അവൈലബിൾ അല്ലെന്ന് പറഞ്ഞ് മൃദുലയ്ക്കാണ് അല്ലെ? മൃദുലയ്ക്കാണ്. അപ്പൊ മൃദുല ഒന്ന് നെറ്റിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അവിടെ? കാണാം. ചെയ്തു. അപ്പൊ കാണാം. ഓക്കെ. അപ്പം അപ്പൊ അമീബയുടെ ആഹാരം അടുത്തേക്ക് വരുന്നു. അമീബ കുറച്ചുകൂടി അടുത്തേക്ക് വരുന്നു. പിന്നെ അവസാനം എന്ത് ചെയ്യുന്നു? അമീബ ആഹാരത്തെ എന്ത് ചെയ്യുന്നു? ആ ശരീരത്തിനുള്ളിലേക്ക് ആക്കുന്നു, ബോഡിക്കുള്ളിലേക്ക് ആക്കുന്നു. അത് നമ്മള് മലയാളത്തില് വിഴുങ്ങൽ പ്രക്രിയ എന്നോ അല്ലെങ്കിൽ എൻഗൾഫിംഗ് എന്നൊക്കെ പറയൂലേ? എൻഗൾഫ് ചെയ്യുക എന്നൊക്കെ പറയും അല്ലെ? ആഹാരത്തെ എൻഗൾഫ് ചെയ്യുക, അതായത് അമീബ ആഹാരം സ്വീകരിക്കുന്ന ഇജക്ഷൻ, ആ ഇജക്ഷൻ വെച്ച് എൻഗൾഫിംഗ് ആണ്. അതായത് ആ കോശ ഉപരിതലം കൊണ്ട് ചുറ്റിപ്പിടിക്കുന്നു. അങ്ങനെയാണ് അമീബ ആഹാരം കഴിക്കുന്നത് അല്ലെ? ഇത് നമുക്ക് ഇവിടെ വളരെ പ്രാധാന്യമില്ലെങ്കിലും ഈ ഒരു രീതി ആവിഷ്കരിക്കുന്ന ഒരു സെല്ലുണ്ട്, ഒരു കോശമുണ്ട് നമ്മുടെ ശരീരത്തിൽ. ആരാ? അതായത് RBCs അല്ലേ? അത് തന്നെയാണ്. മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, ന്യൂട്രോഫില്, ബേസോഫില്, ഈസനോഫിൽസ് എന്നൊക്കെ പറയുന്ന ലൂക്കോസൈറ്റ്സുകൾ അല്ലേ? ഇവിടെ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് എന്ന് പറയുന്ന ആൾക്കാർ, അവരിൽ നമ്മളത് പഠിക്കും. അതായത് അവിടെ നമ്മൾ പഠിക്കും. അതിനെന്താ ഈ എൻഗൾഫ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഫാഗോ
സൈറ്റോസിസ്, ഫാഗോസൈറ്റോസിസ് എന്ന് വിളിക്കുന്നുണ്ട്. ഫാഗോസൈറ്റോസിസ്. അപ്പൊ അങ്ങനെയുള്ള അമീബയുടെ ആഹാര സമ്പാദനം. അതുപോലെ തന്നെ അമീബ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രൊട്ടസ്റ്റിൽ നിന്ന് സീലൻഡ്രേസിലേക്ക് വരുമ്പോഴത്തെ ഹൈഡ്ര നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഹൈഡ്ര എങ്ങനെയാണ് ആഹാരം നിർമ്മിക്കുന്നത്, സ്വീകരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹൈഡ്രയുടെ നമ്മൾ ഹൈഡ്രയെ കുറിച്ച് പഠിച്ചില്ല, നമ്മൾ പഠിക്കുക. അപ്പൊ അതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹൈഡ്രയുടെ ശരീരത്തിൽ ഒരു അറയുണ്ട്, എൻഡ്രോൺ എന്ന് പറയുന്ന ഒരു അറയുണ്ട് അല്ലേ? ആ അറയിലേക്ക് ഹൈഡ്ര നോക്കിക്കഴിഞ്ഞാല് ഇങ്ങനെ നിൽക്കുന്ന ഹൈഡ്രയില് ധാരാളം എന്തുണ്ട്, ഇതുപോലുള്ള ടെൻഡക്കിളുകൾസ് ഉണ്ട്. അപ്പൊ ഈ ടെൻഡക്കിൾ വെച്ചിട്ട് ആഹാരത്തെ പിടിച്ച് അല്ലേ? ടെൻഡക്കിളിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ ഈ ടെൻഡക്കിളിലൊക്കെ ഉള്ള ചില പ്രത്യേക സവിശേഷ കോശങ്ങളൊക്കെ ഉണ്ട് അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അറിയാമോ? ഓർമ്മയുണ്ടോ? ന്യൂഡോബ്ലാസ്റ്റ് സെൽസും അവിടെ ഉത്പാദിപ്പിക്കുന്ന ദഹനരസമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയും ഹൈഡ്രയിൽ കാണപ്പെടുന്ന വിഷസൂചികൾ എന്നൊക്കെ പറയും. അതായത് ഇതിന്റെ ടെൻഡക്കിൾസിൽ കാണപ്പെടുന്ന ടോക്സിക് ആയിട്ടുള്ള സെൽസ്, ടോക്സിക് സെൽസ്, അതിനെ ന്യൂമാറ്റോസൈറ്റ്സ് അല്ലെങ്കിൽ ന്യൂമാറ്റോസിസ്റ്റ് എന്നൊക്കെ നമ്മൾ വിളിക്കും. അപ്പൊ ഈ ന്യൂമാറ്റോസിസ്റ്റ് ഉപയോഗിച്ച് ഇരയുടെ ശരീരത്തിലേക്ക് ഇത് കുത്തിവെക്കും. അങ്ങനെ കുത്തിവെക്കുമ്പോഴത്തേക്ക് ആ അനിമൽ എന്ത് ചെയ്യുന്നു, ബോധം കെടുമ്പോഴത്തേക്ക് അതിനെടുത്ത് വിഴുങ്ങും, ഈ എൻഡ്രോണിലേക്ക്, ശരീര അറയിലേക്ക് തള്ളിവിടും. ഓക്കെ. അപ്പൊ ഇത് കൂടാതെ തന്നെ ശരീര അറയിൽ ഒരുപാട് സെൽസുകൾ ഉണ്ട്, നമ്മൾ പഠിക്കും, അവരെ കുറിച്ച് പഠിക്കും. അപ്പൊ അങ്ങനെയാണ് അമീബയുടെ ആഹാര സമ്പാദന രീതി എന്ന് പറയുന്നത്. അമീബയല്ല, ഹൈഡ്രയുടെ ആഹാരം പിടിക്കുന്ന അല്ലെങ്കിൽ ഹൈഡ്രയുടെ ആ ശരീരങ്ങളെ നമ്മൾ വിളിക്കും, എന്താണ് വിളിക്കുന്നത്? FF എന്നാണ് അറിയപ്പെടുന്നത്. FF എന്ന് വിളിക്കും. എന്താ FF? ഫോൾസ് ഫീറ്റ്, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? കപട പാദം അല്ലെ? ഫോൾസ് ഫീറ്റ്, കപടപാദം. ഹൈഡ്രയിലാണെങ്കിൽ ഇങ്ങനെയുള്ള നിമാറ്റോസിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ കുറിച്ച് വിശദമായിട്ട് പിന്നീട് പഠിക്കും നമ്മൾ, നിമാറ്റോസിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൈഡ്രയിൽ നിന്ന് അടുത്തയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ മണ്ണിര അല്ലെ, ഫ്രീറ്റിമ പ്രോസ്റ്റും എന്നൊക്കെ അറിയപ്പെടുന്ന മണ്ണിരയിലേക്ക് കടക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, മണ്ണാണ് ഭക്ഷിക്കുന്നത്. നല്ല പോഷകം അടങ്ങിയ അല്ലെ, ഈ പോഷകഘടകങ്ങൾ അടങ്ങിയ മണ്ണിനെ കുറിച്ച് വേറൊരു ഭാഗത്ത് വിശദമായിട്ട് പഠിക്കാറുണ്ട്. ഏത് കൾച്ചർ? വെർമി കൾച്ചർ. നമുക്ക് സിലബസിലുള്ളതാണ് വെർമി കൾച്ചറിനെ കുറിച്ച് പഠിക്കാൻ. വെർമി കൾച്ചർ, വെർമി കമ്പോസ്റ്റ്, കുക്കരിക്കട്ട എന്താണെന്ന് അറിയാമോ? കുക്കരിക്കട്ട, വെരി ഗുഡ് അല്ലെ? മണ്ണിലുള്ള സ്ഥലത്ത് മുറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി കറുത്ത കളറിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അതിന്റെ വേസ്റ്റ് ആണ്. അത് നല്ല ന്യൂട്രിയൻസ് ആണ്, നല്ല വളമാണ് ആ സാധനം. അപ്പൊ അതിനെ കുറിച്ച് പഠിക്കാറുണ്ട്. അപ്പൊ മണ്ണാണ് അതിന്റെ ആഹാരം. അപ്പം മണ്ണിനെ സംബന്ധിച്ചിടത്തോളം മണ്ണിയുടെ മൗത്ത്, വായുടെ ഭാഗം എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ വായുടെ ഭാഗം എടുത്തു കഴിഞ്ഞാൽ ഈ വായുടെ സൈഡിലായിട്ട്, ഈ വശങ്ങളിലായിട്ട് ധാരാളം ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള പേശികളുണ്ട്. അത് നമ്മൾ വിളിക്കുന്നത് ക്ലീറ്റല്ലം എന്ന് നമ്മൾ സയന്റിഫിക് ആയിട്ട് പറയും. അല്ലെങ്കിൽ കോമൺലി നമ്മൾ പറയും ഗ്രസനി, ഫാരിങ്സ് എന്നൊക്കെ പറയും അല്ലേ? അപ്പൊ ഈ ഫാരിങ്സ്, ഗ്രസനി എന്നാണ് നമ്മൾ വിളിക്കുന്നത്, ഗ്രസനി. അപ്പൊ ഗ്രസനി ഉപയോഗിച്ചുകൊണ്ട് ആ ഗ്രസനിയുടെ പ്രവർത്തന ഫലമായിട്ടാണ് പുറത്തുള്ള മണ്ണിനെ വായ്ക്കുള്ളിലേക്ക് വലിച്ചെടുക്കുന്നത്. പിന്നെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്ക്, അതിന്റെ ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ വലിയൊരു നമ്മളെ കോഴിയൊക്കെ പോലെ, കോഴിയുടെ ഒക്കെ ബോഡിയിലുള്ളത് പോലെ ഒരു എന്തുണ്ട്, കോഴിക്കാണെങ്കിൽ നമ്മൾ കൊക്കെന്ന് പറയും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഗിസാഡ് അല്ലെ? ഗിസാഡ് എന്ന് വിളിക്കും. മലയാളത്തിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? മർദി. നമുക്ക് ഗിസാഡ് ഉണ്ടോ? അവിടെ ഉണ്ടോ? ഇല്ലേ? ഹ്യൂമന് ഗിസാഡ് ഉണ്ടോ? ചാടി പറയടേ സൂളജിക്കാരെ, ഉണ്ടോടെ? നിങ്ങൾ ആഹാരം കഴിക്കുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും പോയി കുടുങ്ങി കിടന്ന് അവിടെ വെച്ച് ദഹിച്ചിട്ടാണോ പിന്നെ താഴോട്ട് പോകുന്നത്? അല്ലല്ലോ. അല്ല. കോഴിക്കൊക്കെ, കോഴിയും അല്ലെങ്കിൽ പക്ഷികളൊക്കെ ആഹാരം കഴിക്കുമ്പോൾ അതിന്റെ കൂട്ടർ എന്ത് ചെയ്യും? കുറച്ച് എന്തുകൂടെ കഴിക്കും? കുറച്ച് കല്ലും മണ്ണും കൂടെ കഴിക്കൂല്ലേ? എന്തിനു വേണ്ടിയിട്ടാ? ഈ അന്നമർത്തിയിലിട്ട് ഈ ഭക്ഷണത്തെ ഒന്ന് എന്ത് ചെയ്യുന്നതിന് വേണ്ടി, ഈ ഗിസാഡിലിട്ട് എന്ത് ചെയ്യുന്നതിന് വേണ്ടി? ഒന്ന് ഗ്രൈൻഡ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെ? ഒന്ന് പൊടിക്കുന്നതിന് വേണ്ടി. സെയിം പ്രോസസ് തന്നെയാണ് ഈ മണ്ണിരയും ചെയ്യുന്നത്. ഈ അന്നമർത്തിയിൽ ഗിസാഡിൽ വെച്ചിട്ട് മണത്തരികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ
ഭക്ഷണത്തെ, അതായത് മണ്ണും മണ്ണിലൂടെ കിട്ടുന്ന സൂക്ഷ്മജീവികളെയൊക്കെ ദഹിപ്പിക്കും. പിന്നെ ഇൻഡസ്ട്രിയിൽ ചെല്ലും, ഏനസ് വഴി പുറത്തും. അതാണ് മണ്ണിൽ നടക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒന്നും ഡീറ്റെയിൽ നമുക്ക് വേണ്ട, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് ഞാൻ. അപ്പൊ നമുക്ക് വേണ്ടത് ഇങ്ങനെ ഓരോ ജീവികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വ്യത്യസ്ത തരത്തിലാണ് ആ ദഹന പ്രക്രിയ എന്ന് പറയുന്നത്. അതിലെ ഏറ്റവും വൈചിത്ര്യമുള്ള ഒരു ദഹന വ്യവസ്ഥയാണ് മനുഷ്യന്റേത്. മനുഷ്യന്റെ ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യന്റെ ദഹന വ്യവസ്ഥ. അപ്പൊ മനുഷ്യന്റെ ദഹന പ്രക്രിയയെ കുറിച്ച്, ദഹന വ്യവസ്ഥയെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. മനുഷ്യന്റെ ദഹന പ്രക്രിയ, മനുഷ്യന്റെ പോഷണം, മനുഷ്യന്റെ ന്യൂട്രീഷൻ എന്നതിനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് ആണ് നമുക്കിത് പറയാനുള്ളത്. ഈ ആ പോഷണത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പോഷണ ഘടകങ്ങളെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിച്ചിരിക്കണം. അതായത് ധാന്യത്തെ കുറിച്ചും മാംസ്യത്തെ കുറിച്ചും കൊഴുപ്പിനെ കുറിച്ചും വിറ്റാമിനെ കുറിച്ചും ധാതുക്കളെ കുറിച്ചും ജലത്തിനെ കുറിച്ചും. അതാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. അത് അവസാന ഭാഗത്തേക്ക് വരും. അപ്പൊ നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നുള്ള ഒരു ഭാഗത്തേക്ക് കടക്കാം. ഡൈജസ്റ്റീവ് സിസ്റ്റം, ഡൈജഷൻ അബ്സോർപ്ഷൻ ലാസ്റ്റ് പഠിക്കാം. ആദ്യം ഡൈജസ്റ്റീവ് സിസ്റ്റം, അതായത് നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹം, ദഹനേന്ദ്രിയ വ്യവസ്ഥ എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദഹനം? എന്താണ് ദഹനം എന്ന് പറയുന്നത്? എന്താണ് ദഹന പ്രക്രിയ? ദഹിപ്പിക്കുക എന്നുള്ളതാണല്ലോ ദഹന വ്യവസ്ഥയുടെ ധർമ്മം എന്ന് പറയുന്നത്. എന്താണ് ദഹനം? എന്താണ് ദഹനം എന്ന് പറയുന്നത്? കോംപ്ലക്സ് ആയിട്ടുള്ള സിമ്പിൾ മോളിക്യൂൾസ് ആക്കി മാറ്റുക. അത് അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള അൺസ്റ്റേബിൾ സബ്സ്റ്റൻസിനെ സിമ്പിൾ ആയിട്ടുള്ള അബ്സോർബിൾ ഫോമിലാക്കി മാറ്റുക, അല്ലേ? അതല്ലേ അല്ലേടെ? അല്ലേ നമ്മളെ കഴിക്കുന്ന ഓക്കെ. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള കോംപ്ലക്സ് അൺസ്റ്റേബിൾ സബ്സ്റ്റൻസിനെ എന്താക്കി മാറ്റുക? വളരെ സിമ്പിൾ ആയിട്ടുള്ള അബ്സോർബബിൾ സബ്സ്റ്റൻസ് ആക്കി മാറ്റുക. നിങ്ങൾക്ക് അവിടെ കാറ്റുണ്ടോ? അവിടെ കാറ്റുണ്ടോ? പുറത്ത് നല്ല കാറ്റുണ്ടോ എന്നാ ചോദിച്ചത്. അടച്ചിട്ടിരിക്കുകയാണ് അല്ലെ? രാത്രി എന്ത് പുറത്ത് ഇല്ലേ? ഇവിടെ ഭയങ്കര കാറ്റ് കേട്ടോ, മഴയൊന്നുമില്ല, ഭീകരമായ കാറ്റ്. അതുകൊണ്ട് വായ തുറക്കുമ്പോഴത്തേക്ക് ഉണങ്ങി പോകുന്നു. വായ 3rd ഫ്ലോറിലാണ് ഇരിക്കുന്നത്. അപ്പം നല്ല കാറ്റിങ്ങനെ അടിച്ചു കയറുന്നുണ്ട്, ഒന്നും തിരിയുന്നില്ല. ക്ഷമിക്കുക തെറ്റുന്നെങ്കിൽ, വികട സരസ്വതി വരുന്നെങ്കിൽ, അല്ലെങ്കിൽ സ്ലട്ടറിങ്ങോ സ്റ്റാമറിങ്ങോ ഒക്കെ ഉണ്ടാവുന്നെങ്കിൽ, അല്ലെങ്കിൽ ലിപ്സിങ് ഉണ്ടാവുന്നെങ്കിൽ. ഓക്കെ, അതൊക്കെ അറിയാലോ എന്താണെന്നുള്ളത്. ഓക്കെ. അപ്പം കോംപ്ലക്സ് ആയിട്ടുള്ള അൺസ്റ്റേബിൾ സബ്സ്റ്റൻസിനെ സിമ്പിൾ ആയിട്ടുള്ള അബ്സോർബിൾ സബ്സ്റ്റൻസ് ആക്കി മാറ്റുന്ന വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്. കാരണം അൺസ്റ്റേബിൾ ആയിട്ടുള്ള എന്ത് കോമ്പൗണ്ട് ബോഡിക്കകത്ത് ചെന്ന് കഴിഞ്ഞാലും അത് നമ്മുടെ ബോഡിക്കുള്ളിലേക്ക്, നമ്മുടെ ഇൻറ്റസ്റ്റൈനിലേക്ക് ചെന്ന് കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിലെ കലകളിലേക്ക്, ശരീരത്തിലെ കോശങ്ങളിലേക്ക് അതിനെ ആഗിരണം ചെയ്യണമെങ്കിൽ ആ അൺസ്റ്റേബിൾ ആയിട്ടുള്ള കമ്പോണൻസിനെ, സബ്സ്റ്റൻസിനെ ദഹിപ്പിക്കണം, ചെറിയ ഘടകങ്ങളാക്കി മാറ്റണം. അതായത് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞ സാധനം കഴിച്ചു കഴിഞ്ഞാൽ കാർബണും ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന ഒരു കോമ്പൗണ്ട് ആണ് കാർബോഹൈഡ്രേറ്റ്. പ്രോട്ടീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് കാർബണും ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനും ചേർന്നിട്ടാണ്. ലിപ്പിഡ് എന്ന് പറയുന്നത്, കൊഴുപ്പെന്ന് പറയുന്നത് കാർബണും ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ടാണ്. അപ്പൊ ഇത് ഒരൊറ്റ കോമ്പൗണ്ട് ആയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. പാല്, മുട്ട, പയറുവർഗ്ഗങ്ങള്, ചോറ്, ചപ്പാത്തി, പുട്ട്, കടല, അല്ലേ? കാരണം നിങ്ങളിത് നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ആഹാരം കഴിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ അതിലെല്ലാം ഉൾപ്പെടുന്നത്. പുട്ട് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടും കടലയും ഇല്ലേ, നല്ല കോമ്പിനേഷൻ അല്ലേ? പുട്ടും കടല, അല്ലെങ്കിൽ പുട്ടും പയറ്, ഇല്ലേ? അല്ലെങ്കിൽ പുട്ടും പയറും പപ്പടവും പ്ലസ് അതിന്റെ കൂട്ടത്തിൽ എന്തും കാണും. പിന്നെ എന്തും കാണും, ഒരു കാപ്പിയോ ചായയോ എന്തെങ്കിലും ഉണ്ടാകത്തില്ലേടെ? നിങ്ങൾ പുട്ടെന്ന് തന്നെ പറയുന്നത്, പുട്ടിനെ സ്റ്റീം. ഇനി മനസ്സിലാകാത്തോണ്ടാണ് സ്റ്റീം കേക്ക്. അല്ലെങ്കിൽ അതിന്റെ പഴയകാല മലയാളം
നമ്മുടെ അമൽ നീരദിന്റെ ഒരു ഭഗത് ബാസിൽ ചിത്രത്തില് നമ്മുടെ ചെമ്പൻ വിനോദ് നല്ലൊരു ക്യാരക്ടർ അദ്ദേഹം പറയുന്നുണ്ട്. അറിയാമോ ആർക്കെങ്കിലും? പറയണ്ട, ഓർത്ത് വെച്ചിരുന്നാൽ മതി. കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? ആ സിനിമ കണ്ടിട്ടുണ്ടോ? ആ ചിത്രത്തിന്റെ പേരെന്തായിരുന്നു? ഞാൻ മറന്നുപോയി. എന്തുവായിരുന്നു ആ ചിത്രം? പഴയ ബ്രിട്ടീഷുകാരുടെ കഥ പറയുന്ന അവാർഡ് കിട്ടിയ ഭഗത് ബാസിൽ. വെരി ഗുഡ്. അളക്കണ്ട, എന്ത് ഓർമ്മയെന്ന് നോക്കിയേ. ഈ ഓർമ്മയുടെ ഒരംശം, ഒരംശം നിങ്ങള് ഈ HSL ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കിട്ടും നിങ്ങൾ ഇല്ലേ? എവിടെന്നാ ചികഞ്ഞെടുത്ത ഇപ്പം ഇല്ലേ ആ പേര് യോബിന്റെ പുസ്തകം എന്നുള്ളത്? ഞാൻ 3-4 ഹിന്റ് തന്നതേ ഉള്ളൂ, ഇല്ലയോ? അപ്പൊ PSCയും ക്വസ്റ്റ്യൻ ആയിട്ട് കുറെ ഹിന്റ് തരും. അപ്പൊ നിങ്ങൾക്ക് ചികഞ്ഞെടുക്കാൻ കഴിയണം, ക്ലാസ്സിൽ നിന്ന് കിട്ടിയതോ വായിക്കുമ്പോൾ കിട്ടിയതായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഈ പുട്ടും കടലയും പയറും പപ്പടവും അല്ലെങ്കിൽ ചായയും ഏതെങ്കിലും ഒന്ന്, കടലയോ പയറോ. അപ്പൊ ഇതിൽ പുട്ട് എന്ന് പറയുമ്പോൾ പുട്ടിൽ എന്ത് കാണും? പുട്ട് എന്ന് പറയുമ്പോൾ പുട്ട് വെറുതെ മാവ് കുഴച്ച് പുട്ടുകുറ്റിയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഇഡ്ഡലി കുട്ടകത്തിൽ വെച്ചിട്ട്, ഇപ്പം വീട്ടുകാരൊക്കെ ഈസി പരിപാടിയല്ലേ അമ്മമാരൊക്കെ, നിങ്ങളൊക്കെ അല്ലേ? ഇവിടെ അല്ലേ പണ്ടാണ് പുട്ടുകുറ്റിയിലൊക്കെ വെച്ചിട്ട് പുട്ട വയ്ക്കുന്നത് അല്ലേ? ഇപ്പൊ പുട്ടുകുറ്റിയൊന്നും വേണ്ട. ഇപ്പൊ ഇഡ്ഡലി കുട്ടകത്തിൽ വെച്ചൊക്കെ പുട്ട വെച്ച് കളയും അല്ലേ? വളരെ എളുപ്പത്തില്, വളരെ സിമ്പിൾ ആയിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും പുട്ടിന്റെ കൂടെ നമ്മൾ എന്തിടും? തേങ്ങ ഉപയോഗിക്കും. പിന്നെ പലതരത്തിലുള്ള പുട്ടുകളുണ്ട്. നോർമലായിട്ട് പുട്ടിന് തേങ്ങയാണ് ഉപയോഗിക്കുന്നത്. ചക്ക ഉപയോഗിക്കുക, പഴം ഉപയോഗിക്കുക, പൈനാപ്പിൾ ഉപയോഗിക്കുക, ആപ്പിൾ ഉപയോഗിക്കുക, എന്ത് വേണം. ഇപ്പൊ ദിലീപിന്റെ പുട്ടുകട കയറി കഴിഞ്ഞാൽ 100 കണക്കിന് പുട്ട് വിഭവങ്ങളുണ്ട്. ബീഫ് ഉപയോഗിക്കാം, എന്ത് വേണോ ഉപയോഗിക്കാം. ഓക്കെ, പോട്ടെ. കോമൺലി നമ്മൾ സാധാരണ വീട്ടില് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് പുട്ടും തേങ്ങ. പുട്ടെന്ന് പറഞ്ഞാൽ പുട്ടിൽ എന്താ ഉള്ളത്? പുട്ടിലെന്തുണ്ട്? സ്റ്റാർച്ച് അല്ലേ? അന്നജം ഉണ്ട് ധാരാളമായിട്ട് അല്ലേ? കാർബോഹൈഡ്രേറ്റ്, സ്റ്റാർച്ച്, അന്നജം ഇല്ലയോ? അരിയല്ലേ? അരി പൊടിച്ചാണല്ലോ മാവ് ഉണ്ടാക്കുന്നത് അല്ലേ? ഓക്കെ, അന്നജമുണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. തേങ്ങയിലോ? തേങ്ങയിൽ എന്താ ഉള്ളേ? ഫാറ്റ്, കൊഴുപ്പ്. തേങ്ങയിൽ എണ്ണയിലേ ഉള്ള കൊഴുപ്പല്ലേ ഉള്ളത്? കൊഴുപ്പ്. ഇനി കടലയായാലും പയറായാലും രണ്ടിലും എന്തുണ്ട്? പപ്പടമായാലും കടലയില് പ്രോട്ടീൻ റിച്ച് ആണ് കടല അല്ലേ? ഒരു പൾസസ് ആണ് കടല എന്ന് പറയുന്നത്. ഫാബിയേസിയെ ലെഗുനോസെ ഫാമിലിയാണ്. പയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രിയൻസ് നൈട്രൈൻ റിച്ച് ആണ് അല്ലെ? പപ്പടം എന്ന് പറഞ്ഞാൽ പപ്പടം സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന എന്തിലാണ്? ഇപ്പം പലതിലും ഉണ്ടാക്കാറുണ്ട്. നല്ല പപ്പടം ഉണ്ടാക്കുന്ന എന്തിലാണ്? ഉഴുന്ന് അല്ലേ? ഉഴുന്ന് മാവിലാണ് പപ്പടം ഉണ്ടാക്കുക. ഉഴുന്നെന്ന് പറയുന്നതാണ്, അതായത് ബ്ലാക്ക് ഗ്രാം അല്ലേ? ബ്ലാക്ക് ഗ്രാം എന്നാണ് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ബ്ലാക്ക് ഗ്രാം എന്ന് പറയുന്ന ഉഴുതിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. എവിടെ പഠിക്കാനുണ്ട്? എക്കണോമിക് ബോർഡിൽ. ഉഴുതിനെ ബ്ലാക്ക് ഗ്രാം എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? എന്തുകൊണ്ടാ ഉഴുതിനെ ബ്ലാക്ക് ഗ്രാം എന്ന് വിളിക്കുന്നത്? തൊലിയുണ്ട്, പോടുണ്ട്. ഉഴുന്ന് നമ്മള് സാധാരണ പൊളിച്ചെടുക്കുമ്പോഴത്തേക്ക് പുറമെ തൊലിയുണ്ട്. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തൊലിയുള്ള ഉഴുന്നും കിട്ടും, തൊലി ഇല്ലാത്ത ഉഴുന്നും കിട്ടും അല്ലേ? ഈ രണ്ടും കിട്ടത്തില്ലേ? ആ കറുത്ത തൊലിയാണ്. അപ്പൊ ആ പോട്, സീഡിന്റെ കോട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മളതിനെ എന്തെന്ന് പറയുന്നത്? ബ്ലാക്ക് ഗ്രാം എന്ന് വിളിക്കുന്നത് കേട്ടോ. ബ്ലാക്ക് ഗ്രാം എന്ന് വെച്ചാൽ അതായത് ഫസേലിയസ് മംഗോ എന്നൊക്കെയാണ് അതിന്റെ പേര്. അറിയാമോ? ഫസേലിയസ് മൊങ്കോ, MUNGO, മൊങ്കോ എന്നാണ് എന്റെ ബൊട്ടാണിക്കൽ നെയിം. ഫാമിലി ഏതാ? പാപ്പിലിയോണേസിയാണ്. പാപ്പിലിയോണേസിയാണ് ഫാമിലി എന്ന് പറയുന്നത്. യൂസ്ഫുൾ പാർട്ട് ഏതാ? ഇതിന്റെ എന്ത് ഭാഗമാണ് ഈ ഉഴുന്നെന്ന് പറയുന്നത്? എന്താ അതിന്റെ ആ സീഡിന്റെ എന്തുവാ? ഉഴുന്ന് മോണോ കോട്ടിലിടണയാണോ ഡൈ കോട്ടിലിടണയാണോ? ഉഴുന്ന് ഡൈ കോട്ടിലിടണേ. കാരണം ഉഴുന്ന് പൊളിക്കുമ്പോഴത്തേക്ക് ഉഴുന്നിന് ഇതേപോലുള്ള 2 ഭാഗങ്ങൾ ഉണ്ടാവും അല്ലേ? അരിയെ പോലെ നമ്മൾ അരിയെ പോലെ ഒരെണ്ണമായിട്ടുള്ള ഇരിക്കുന്നത്, രണ്ടായിട്ടില്ല ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കോട്ടിലിടണേ, 2 കോട്ടിലിടനുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ ഉപയോഗിക്കുന്നത്? കോട്ടിലിടൻ. ഉപയോഗിക്കുന്ന ഭാഗം ഏതാണ്? കോട്ടിലിടനാണ് കേട്ടോ. പലരും ചോദിക്കാം പരീക്ഷയ്ക്ക്. വിത്ത് എന്ന് ചോദിക്കാം, സീഡ് എന്ന് ചോദിക്കാം,
അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കോട്ടിലിനസ് ആണ്. കോട്ടിലിനസ് എന്ന് ഓപ്ഷൻ ഉണ്ടായിരിക്കും. 4 ഓപ്ഷൻ. വിത്ത് കാണും, സീഡ് എന്ന് വിത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും, അതിന്റെ കുരു എന്ന് പറയുന്ന ഓപ്ഷൻ കാണും, അതിന്റെ കോട്ടിലിഡൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും, വേറെ ഓപ്ഷൻ ഉണ്ടായിരിക്കും. വിത്തും കുരു ഒക്കെ കറക്റ്റ് ആൻസർ ആണ്. പക്ഷെ മോസ്റ്റ് സ്യൂട്ടബിൾ, ഏറ്റവും യഥാർത്ഥ ആൻസർ എന്ന് പറയുന്നത് കോട്ടിലിഡൻ എന്നുള്ളതാണ്. അപ്പൊ കോട്ടിലിഡൻ ഒക്കെ പോട്ടെ. അപ്പൊ എന്താണ്? അപ്പം ഉഴുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എന്തുണ്ട്? അപ്പൊ പപ്പടമായാലും പയറായാലും കടലായാലും എല്ലാത്തിലും കൂടെ ചേർന്നിട്ട് എന്തുണ്ട് കോമൺ ആയിട്ട്? പ്രോട്ടീൻ എന്ന് പറയുന്ന സാധനം അല്ലേ? പ്രോട്ടീൻ, മാംസ്യം എന്ന് പറയുന്ന സാധനം. ഇനി ചായ എടുക്കുമ്പോൾ എന്തുണ്ട് ചായയില്? ഇപ്പൊ ഒരു അല്ലായി കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, ലിപ്പിഡ്. ഇനി ചായയിൽ എന്താണ് ഉള്ളത്? ചായയിൽ എന്താ ഉള്ളത്? ഈ ചായ എന്തുപയോഗിച്ചിടുന്നത്? പാല് ഉപയോഗിച്ചല്ലേ ഇടുന്നത്. ചായയിൽ എന്തുണ്ട്? ചായയിൽ ഷുഗർ അല്ലേ? ഷുഗർ ഇടാറില്ലേ? ഷുഗർ ഇട്ട് സാധനം കുടിക്കാറുണ്ട്. ഷുഗർ, പഞ്ചസാരയുണ്ട് അല്ലേ? ചായയിൽ പഞ്ചസാരയുണ്ട്, പിന്നെ പാലുണ്ട്. പാലിൽ എന്തുണ്ട്? പാലൊരു സമീകൃത ആഹാരം എന്ന് പറയും നമ്മള് അല്ലേ? വൈറ്റമിൻസും മിനറൽസും എല്ലാ കാര്യങ്ങളും, വാട്ടറും എല്ലാം, ധാതുലവണങ്ങളും ജലവും ജീവകങ്ങളും പോഷകടങ്ങളും എല്ലാം ഉള്ള ആളാണ് പാലെന്ന്. അപ്പം ഇതൊരു അപ്പൊ ഈ പുട്ടും കടലയും എന്ന് പറയുന്ന കാര്യം കഴിക്കുന്നതിനാണ് ബോഡിയിലേക്ക് എല്ലാം വരുന്നു. അപ്പൊ നിങ്ങൾ രാവിലെ പുട്ടും കടലയും കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മളെ ബോഡിയിൽ ഈ പുട്ടും കടലയും കഴിക്കുകയാണെങ്കിൽ തന്നെ ബോഡിയിൽ എന്തെല്ലാം തരത്തിലുള്ള ദഹനം നടക്കണം. ലിപ്പിഡിന്റെ ദഹനം നടക്കണം, കാർബോഹൈഡ്രേറ്റിന്റെ ദഹനം നടക്കണം, കൊഴുപ്പിന്റെ ദഹനം നടക്കണം, പഞ്ചസാരയുടെ ദഹനം നടക്കണം അല്ലേ? ഇതിന്റെ എല്ലാ അബ്സോർപ്ഷൻസ് നടക്കണം, ഇതിന്റെ എല്ലാം ആഹിരണ പ്രക്രിയകൾ നടക്കണം. അപ്പൊ ഒരു വെരി 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 ബിഗ് പ്രോസസ് ആണ് ഈ ദഹന പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ ദഹന വ്യവസ്ഥയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതൊക്കെ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഡൈജസ്റ്റീവ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയാം, ഇംഗ്ലീഷിൽ നമ്മൾ പറയേണ്ട ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ അലിമെന്ററി സിസ്റ്റം എന്ന് വിളിക്കും അല്ലേ? ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത് അലിമെന്ററി സിസ്റ്റം എന്നൊക്കെ വിളിക്കും. ദഹന വ്യവസ്ഥയെ നമ്മൾ കോമൺ ആയിട്ട് അലിമെന്ററി സിസ്റ്റം എന്ന് പറയും. ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ദഹന വ്യവസ്ഥ എടുത്തു കഴിഞ്ഞാൽ ഈ അലിമെന്ററി സിസ്റ്റം ദഹന വ്യവസ്ഥ എടുത്തു കഴിഞ്ഞാൽ ഈ ദഹന വ്യവസ്ഥയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. എന്താണ്? ഒന്ന് അലിമെന്ററി കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹനേന്ദ്രിയ അലിമെന്ററി കനാൽ എന്ന് പറഞ്ഞ എന്തോടെ മലയാളത്തില് എന്തോടെ? അന്നനാളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് വരുന്നത് അസോസിയേറ്റഡ് ഗ്ലാൻസ് എന്നുള്ളതാണ്. അസോസിയേറ്റഡ് ഗ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുബന്ധ, ഈ അന്നനാളത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള അനുബന്ധ ഗ്രന്ഥികൾ. ഈ രണ്ട് ഭാഗങ്ങൾ ചേർന്നിട്ടാണ് നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹം, അലിമെന്ററി സിസ്റ്റം, ദഹനേന്ദ്രിയ വ്യവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അന്നനാളവും അതുപോലെ തന്നെ അന്നനാളത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള അനുബന്ധ ഗ്രന്ഥികളും. അപ്പൊ അതില് നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഈ അന്നനാളത്തെ കുറിച്ചാണ് നമ്മൾ അതിൽ പഠിക്കേണ്ടത്. അപ്പൊ അതിലോട്ട് വരാം നമ്മൾ. അപ്പം ഈ ഡൈജഷൻ, ദഹനം എന്ന് പറയുന്ന ഈ അന്നനാളം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 6 മുതൽ 9 മീറ്റർ വരെ നീളമുള്ള ഒരാളാണ് ആരെന്ന് പറയുന്നത് ഈ അന്നനാളം അല്ലെങ്കിൽ അലിമെന്ററി കനാൽ എന്ന് പറയുന്നത്. വളരെ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഒരു പൈപ്പാണ് അലിമെന്ററി കനാൽ എന്ന് പറയുന്നത്. എവിടെ മുതൽ? വാ മുതൽ മൗത്ത് ടു ഏനസ്, വായ മുതൽ മലദ്വാരം വരെയുള്ള നീണ്ടു കിടക്കുന്ന എന്താ പറയാ, ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് എന്ന് പറയുന്നത് നമ്മുടെ ഈ അലിമെന്ററി കനാൽ എന്ന് പറയുന്നത്. അപ്പം ആ അലിമെന്ററി കനാലും അന്നനാളവും അന്നനാളത്തോട് അനുബന്ധിച്ചിട്ടുള്ള ദഹന പ്രവർത്തനം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കോർഡിനേറ്റ് ചെയ്യുന്നത്, ഇത് രണ്ടും കൂടി കോർഡിനേറ്റ് ചെയ്യുന്ന 2 സ്റ്റെപ്പുകൾ മുഖാന്തരമാണ്. 2
പ്രോസസ്സുകൾ മുഖാന്തരമാണ്. കോമൺലി രണ്ട് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത് ആ ദഹന പ്രക്രിയ. ഒന്ന് എന്താണ്? ഇഞ്ചക്ഷൻ എന്ന് പറയും അല്ലെ. ഒന്നാമത്തെ പ്രോസസ്സ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആഹാര സ്വീകരണം, ആഹാരത്തെ അല്ലെങ്കിൽ ആഹാര അപ്സ്റ്റേക്ക് ഓഫ് ഫുഡ് എന്ന് പറയും അല്ലെ. ആഹാര സ്വീകരണം, ആഹാരത്തെ ഉള്ളിലേക്ക് എടുക്കുന്നത് അല്ലെ. ആഹാരത്തെ ഉള്ളിലേക്ക് എടുക്കുക എന്ന് പറയുന്ന പ്രോസസ് ഇഞ്ചക്ഷൻ. അല്ലെങ്കിൽ ഇതിന് ഇഞ്ചക്ഷനെ നമ്മൾ ന്യൂട്രീഷന്റെ പേരിൽ വേറൊരു പേരിട്, എന്താണ്? ഹോളോസോയിക് ന്യൂട്രീഷൻ അല്ലെ. ഇവിടെ അല്ലെ ഹോളോസോയിക് ന്യൂട്രീഷൻ എന്നൊക്കെ പറയും. അപ്പം ആഹാരത്തിന് ഉള്ളിലെടുക്കുന്ന പ്രോസസ്സ്. രണ്ടാമതായിട്ടുള്ളത്, അപ്പോ ഒന്നാമത്തത് ഇഞ്ചക്ഷൻ എന്നുള്ള പ്രോസസ്സ്, രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഏതായിരിക്കും? അവസാനമുള്ള പ്രോസസ്സ് ഏതാ? ഡൈജഷന്റെ രണ്ട് പ്രധാന സ്റ്റെപ്പുകളാണ് പറയുന്നത്, ഇഞ്ചക്ഷനും അല്ല അതല്ല അതുണ്ട്. ഞാൻ കോമൺ ആയിട്ട് രണ്ട് പ്രോസസ്സുകളിലൂടെയാണ് ഈ ദഹനം നടക്കും. ഒന്ന് ആഹാരത്തെ ഉള്ളിലേക്ക് എടുക്കുന്നു, ബാക്കി അബ്സോർഷനും അസിമിലേഷനും എല്ലാം നടക്കും. അവസാനത്തെ പ്രോസസ് ഏതാ? ഇജക്ഷൻ അല്ലേ. ഇജക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാല് വിസർജനം അല്ലേ. വിസർജനം എന്ന് പറയുന്ന പ്രോസസ്സ്. ഇത് രണ്ടിന്റെയും അത് ഇഞ്ചക്ഷൻ, അതായത് ഈ ഇഞ്ചക്ഷനും ഇജക്ഷനും എടുക്കുക കളയുക, ആ എടുക്കുകയും കളയുകയും ചെയ്യുന്നതിന്റെ ഇടയിൽ നടക്കുന്ന പ്രോസസ്സുകളാണ് എന്ന് പറയുന്നത് ഡൈജഷൻ, ദഹനം, അബ്സോർപ്ഷൻ ആഗിരണം. ദഹിച്ചു കഴിഞ്ഞാൽ ദഹിച്ച പദാർത്ഥങ്ങളെ ആഗിരണം ചെയ്യുന്നു. ആഗിരണം ചെയ്തു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യുന്നു? ആ ആഗിരണം ചെയ്യുന്ന എവിടെയാണ് ആവശ്യം? കുറച്ച് പ്രോട്ടീൻ കിട്ടി. പ്രോട്ടീൻ ഇപ്പൊ തലച്ചോറിലെ ബ്രോക്ക ഏരിയയിലാണ് കുറച്ച് വേണ്ടത്. ബുദ്ധിയില്ല, ഓർമ്മശക്തി കുറവാണ്. അപ്പൊ കുറച്ച് ബ്രോക്ക ഏരിയയിലേക്ക് കുറച്ച് പ്രോട്ടീൻ വേണമെന്ന് വിചാരിച്ചിട്ട് തല പറയും, ബ്രെയിൻ പറയും. അപ്പൊ അവിടെ കുറച്ച് പ്രോട്ടീനെ കൊണ്ടു കൊടുക്കും. അതിന് നമ്മൾ വിളിക്കുന്നത് എന്താണ്? അസിമിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വാംശീകരണം അല്ലെ. അതായത് ആഹാര സ്വീകരണം, അതായത് ആഹാരം ഉള്ളിലേക്ക് എടുക്കുക, ദഹിപ്പിക്കുക, ആഗിരണം ചെയ്യുക, സ്വാംശീകരിക്കുക. അതായത് ഇഞ്ചക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ ആൻഡ് സ്വാംശീകരിക്കുക മീൻസ് അസിമിലേറ്റ് ചെയ്യുക, അസിമിലേഷൻ ആൻഡ് ഇജക്ഷൻ വിസർജനം അല്ലേ. അപ്പം ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണക്ട് ചെയ്താണ് പഠിക്കേണ്ടത്. ഈ ആഗിരണം എന്ന് പറയുന്നത് ഏത് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്? ആഗിരണം ഏത് സിസ്റ്റവുമായിട്ടാണ്, ഏത് ശരീര വ്യവസ്ഥയുമായിട്ടാണ് ആഗിരണം ബന്ധപ്പെട്ട് കിടക്കുന്നത്? പറയേ. ഇത് എവിടെയായിട്ടോടെ, ആരിലേക്കോടെ ആഗിരണം ചെയ്യപ്പെടുന്നത്? നിങ്ങൾ എങ്ങനെ ഫുഡ് എങ്ങോട്ടേക്കാ പോകുന്നത്? ആരാ ആഗിരണം ചെയ്യുന്നത്? ആരാ കൊണ്ടു നടക്കുന്നത്? ആരാ? ആ ബ്ലഡ്, രക്തം അല്ലേ. അപ്പൊ സർക്കുലേറ്ററി സിസ്റ്റം ഇല്ലയോ, രക്തപര്യായന വ്യവസ്ഥ അല്ലേ, രക്തപര്യായന വ്യവസ്ഥ. അപ്പം ദഹന വ്യവസ്ഥയുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ള ഒരു വ്യവസ്ഥയാണ് രക്തപര്യായന വ്യവസ്ഥ. കാരണം ദഹിപ്പിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത് ദഹന വ്യവസ്ഥ. പക്ഷെ ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിലെ, അതായത് കാർബോഹൈഡ്രേറ്റിലെ കാർബൺ വേണ്ടെടുത്ത് കാർബൺ, ഹൈഡ്രജൻ വേണ്ടെടുത്ത് ഹൈഡ്രജൻ, ഓക്സിജൻ വേണ്ടെടുത്ത് ഓക്സിജനെ, അല്ലെങ്കിൽ നൈട്രജൻ വേണ്ടെടുത്ത് നൈട്രജനെ, അങ്ങനെ കൊണ്ടുപോകുന്നത് രക്തപര്യായന വ്യവസ്ഥയാണ്. ഇനി സ്വാംശീകരണം എന്ന് പറയുന്നത് ഏത് വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിരുന്നു? സ്വാംശീകരണവും അതുപോലെ തന്നെ വിസർജനവും ഏതാണ്? സ്വാംശീകരണ നെർവ് സിസ്റ്റവും എക്സ്ക്രീറ്ററി സിസ്റ്റവും ഉണ്ട് സ്വാംശീകരണത്തിൽ, രണ്ടും ഉണ്ട്. അങ്ങനെ രക്തപര്യായന വ്യവസ്ഥയായിട്ടും നെർവ് സിസ്റ്റമായിട്ട്, അതാണ് നമുക്ക് സിലബസിൽ തന്നെ ഒരു ഭാഗം അവസാനമായിട്ട് തന്നിരിക്കുന്നത്. എന്താണ് ഞാൻ പറഞ്ഞത്? എന്ത് പഠിക്കണമെന്ന്? ദഹനത്തിന്റെ ഹോർമോണൽ ആൻഡ് ന്യൂറൽ കൺട്രോൾ ഓഫ് ഡൈജഷൻ അല്ലേ. ഇവിടെ ഹോർമോണൽ ആൻഡ് ന്യൂറൽ കൺട്രോൾ ഓഫ് ഡൈജഷനെ നെർവ്സ്, അതായത് നമ്മുടെ നാഡീവ്യവസ്ഥ, അതായത് നമ്മുടെ ശരീരത്തിലെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, ശരീരത്തിന്റെ നിയന്ത്രണവും ഏകോപനവും സാധ്യമാക്കുന്ന വ്യവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. നാഡീവ്യവസ്ഥയിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റൂടെ? നാഡീവ്യവസ്ഥയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ട് നിങ്ങളെ ബ്രെയിനിന്റെ ഒരു വശം തളർന്നുപോയി എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? മറ്റേ വശവും
ഒരു ഭാഗത്ത് ബ്രെയിൻ എന്തും പറ്റിക്കഴിഞ്ഞാൽ മറ്റേ ലെഫ്റ്റ് സൈഡ് പറ്റിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് തകർന്നു പോകും, റൈറ്റ് സൈഡ് പറ്റിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് തകർന്നു പോകും. അങ്ങനെ നിങ്ങൾ കൈ അനക്കാൻ പറ്റുമോ? കയ്യോ കാലോ അനക്കാൻ പറ്റൂടെ? കയ്യോ കാലോ അനക്കിയാലേ ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നാഡീ വ്യവസ്ഥയായിട്ട് അഭേദ്യമായിട്ട് ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഈ ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിലുള്ള അൺഡൈജസ്റ്റ് ആയിട്ടുള്ള അൺഅബ്സോർബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിന് അല്ലെ, അതായത് അൺഡൈജസ്റ്റഡ് ആൻഡ് അൺഅബ്സോർബിൾ സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് ഫീക്കൽ മാറ്റർ അല്ലെ. നമ്മൾ മലം എന്നൊക്കെ പറയുന്ന ഫീക്കൽ, അതായത് ദഹിക്കാത്തതോ അല്ലെങ്കിൽ ആഗിരണം നടക്കാത്തതോ ആയിട്ടുള്ള വസ്തുക്കളാണ് എന്തായിട്ട് പോകുന്നത്, ഫീക്കൽ മാറ്റേഴ്സ് ആയിട്ട് പുറത്തേക്ക് പോകുന്നത്. അപ്പൊ അതിന് വിസർജന വ്യവസ്ഥ വളരെ പക്കയായിട്ട് വർക്ക് ചെയ്യണം. കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡിലെല്ലാം ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് വാട്ടറാണ്. വാട്ടർ അടങ്ങിയിട്ടുണ്ട്. വാട്ടറിന്റെ അബ്സോർഷനും അസിമിലേഷനും ഒക്കെ നടക്കണമെങ്കിൽ കിഡ്നി നന്നായിട്ട് പ്രവർത്തിക്കണം, വിസർജന വ്യവസ്ഥ നന്നായിട്ട് പ്രവർത്തിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് ദഹന വ്യവസ്ഥ. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് പൂർണ്ണമായിട്ടുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ദഹന വ്യവസ്ഥയാണ് മനുഷ്യന്റെ, അതായത് മൗത്ത് ടു ഏനസ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പൊ നമ്മൾ പ്ലാറ്റി ഹെൽമിന്തസ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടാവും. നമുക്ക് പഠിക്കാനുണ്ട് ടീനിയാസോളിയം എന്ന് പറഞ്ഞാൽ ടേപ്പോമ എടുത്തു കഴിഞ്ഞാൽ അതിന് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടാവും? ഇല്ല. പ്ലനേറിയക്ക് ഉണ്ടാ? നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ, ഇവിടേക്ക് വരും. പ്ലനേറിയക്ക് ഉണ്ടാ? പ്ലനേറിയ എന്ന് പറഞ്ഞാൽ ഏത് ഗ്രൂപ്പിൽ വരുന്നത്? പ്ലാറ്റി ഹെൽമിന്തസ് തന്നെയാണല്ലോ പ്ലനേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. എന്നാൽ പരന്നവരയ്ക്ക് ടീനിയാസോളിയത്തിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ്ലി ആബ്സെന്റ്. ബട്ട് ഇൻ പ്ലനേറിയ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, ദഹനവ്യവസ്ഥ ഉണ്ട്, ബട്ട് ഇൻകംപ്ലീറ്റ് ആണ്. അപൂർണമായിട്ടുള്ള ഒരു ദഹനേന്ദ്രിയ വ്യൂഹം പ്ലനേറിയയിലുണ്ട്. നമ്മളത് പഠിക്കും. അപ്പം ഇങ്ങനെ വളരെ വിചിത്രമായിട്ടുള്ള ഒന്നാണ് ദഹനേന്ദ്രിയ വ്യൂഹം എന്ന് പറയുന്നത്. അതിന് മനുഷ്യന്റെ ദഹനേന്ദ്രിയ വ്യൂഹത്തിലേക്ക് നമ്മൾ അളക്കുന്നത്. ആ മനുഷ്യന്റെ ദഹനേന്ദ്രിയ വ്യൂഹത്തിൽ 2 പാർട്ടുണ്ട്. ഒന്ന് അലിമെന്ററി കനാലും അന്നനാളവും, അതുപോലെ തന്നെ അസോസിയേറ്റഡ് ഗ്ലാൻഡ്. അസോസിയേറ്റഡ് ഗ്ലാൻഡിനെ നമ്മളൊരു പേര് വിളിക്കും, എന്തെന്ന് വിളിക്കും? അസോസിയേറ്റഡ് ഗ്ലാൻഡിനെ കോമൺ ആയിട്ട് നമ്മൾ വിളിക്കും ദഹന ഗ്രന്ഥികൾ അല്ലെ, ദഹന ഗ്രന്ഥികൾ എന്ന് വിളിക്കും. ദഹന ഗ്രന്ഥികൾ എന്ന് വെച്ചാൽ ഒരുപാട് ഗ്രന്ഥികളുണ്ട്. ദഹന ഗ്രന്ഥികൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട്, നമ്മൾ പ്രധാനമായിട്ടും ദഹന ഗ്രന്ഥികൾ പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഓർക്കുന്നത് ഏതൊക്കെ ആയിരിക്കും? എവിടെ കാണപ്പെടുന്ന ഗ്രന്ഥി ആയിരിക്കും? വെരി ഗുഡ്, ലിവറിലുള്ളത്. അല്ല, കോമൺ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഏത് ഗ്രന്ഥി ആയിരിക്കും? അതായത് കോമൺലി പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ദഹനഗ്രന്ഥികൾ എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് പറയാം എന്താണ്? സലൈവറി ഗ്ലാൻഡ് അല്ലേ? ഇല്ലേ? ഉമിനീർ ഗ്രന്ഥികൾ അല്ലേ? അല്ലയോ? ഉമിനീർ ഗ്രന്ഥികൾ, സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. സലൈവറി ഗ്ലാൻഡ് ദഹന ഗ്രന്ഥികളിൽ വരുന്ന ഒരു ഗ്രന്ഥി സലൈവറി ഗ്ലാൻഡ് ആണ്. അതുപോലെ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് അല്ലേ? ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ഏതാണ്? ഗ്യാസ്ട്രിക് ഗ്രന്ഥികൾ എന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് ഗ്രന്ഥികൾ അല്ലേ? ഗ്യാസ്ട്രിക് ഗ്രന്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്യൻസ് ഓഫ് ഗ്യാസ്ട്രിക് ഗ്രന്ഥികൾ ഉണ്ട്. പക്ഷെ നമ്മൾ പ്രധാനമായിട്ട് 1-2 പഠിക്കുമല്ലോ, നമുക്ക് പറയാം, അതിലേക്ക് വരാം. നമുക്ക് മൂന്നാമതായിട്ടുള്ളത് ആരാണ്? ലിവർ ഇല്ലേ? ലിവർ അല്ലേ? കരളില്ലേ? കരളൊരു ഗ്രന്ഥിയല്ലേ? കരള്. അതുപോലെ തന്നെ പിന്നെന്താണ്? പാങ്ക്രിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ആഗ്നേയ ഗ്രന്ഥി. അറിയാത്തവര് പഠിച്ചോളണേ. ആഗ്നേയ ഗ്രന്ഥി, പാങ്ക്രിയാസ് എന്ന് പറഞ്ഞ ആഗ്നേയ ഗ്രന്ഥിയാണ്. ഈ ആഗ്നേയ ഗ്രന്ഥി നമ്മൾ ഇവിടെ മാത്രമല്ല എവിടെയും പഠിക്കണം. അവിടെ എൻഡോക്രൈനോളജിയിൽ കാണാം. പാങ്ക്രിയാസ് എന്ന് പറയുന്നത്, പാങ്ക്രിയാസിന്റെ പ്രത്യേകതയുണ്ട്. പാങ്ക്രിയാസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പറയും ഇറ്റ് ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ഇറ്റ് ആക്ട് ആസ് ബോത്ത് എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ അല്ലേ? അന്തസ്രാവി ഗ്രന്ഥിയായും
ബാഹ്യസ്രാവ്യ ഗ്രന്ഥിയായും ഒക്കെ പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. അതുകൊണ്ട് എൻഡോക്രൈനോളജിയും പഠിക്കും, ഇവിടെയും പഠിക്കും. അപ്പം പാൻക്രിയാസ്. പിന്നെ അഞ്ചാമതായിട്ടുള്ളത് ഇൻഡസ്റ്റൈനൽ ഗ്ലാൻഡ്, ആന്ത്രഗ്രന്ഥികൾ എന്ന് പറയും. ഇൻഡസ്റ്റൈനൽ ഗ്രന്ഥികൾ. അപ്പൊ ഇത്രയുമാണ് ദഹന ഗ്രന്ഥികൾ, ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്. അങ്ങനെ ആ ദഹന ഗ്രന്ഥികളിലെ ഒന്നാമത്തെ ആളിനെ ഉമിനീയ ഗ്രന്ഥിയെ എടുത്തു കഴിഞ്ഞാല്, ഉമിനീയ ഗ്രന്ഥി എന്ന് പറയുന്ന ആളിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാല് അല്ലെ, ദ ഗ്ലാൻഡ് വിച്ച് സെക്രീറ്റ് സലൈവ ഈസ് കോൾഡ് എന്തെന്ന് പറയാം, സലൈവറി ഗ്ലാൻഡ് അല്ലെ. ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഉമിനീയ ഗ്രന്ഥികൾ എന്ന് വിളിക്കുന്നത് അല്ലെ. ഇത് എവിടെ കാണപ്പെടുന്നു, എവിടെയാ കാണപ്പെടുന്നത്, നമ്മുടെ ബക്കൽ ക്യാവിറ്റി. ബക്കൽ ക്യാവിറ്റിയിൽ അല്ലെ, വായ്ക്കകത്ത് അല്ലെ, വായ്ക്കുള്ളിൽ അല്ലെ, വായ്ക്കുള്ളിൽ നമ്മുടെ ബക്കൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റി. മൗത്തും ഉണ്ട്. മൗത്ത് എന്ന് പറയുന്ന വായ അല്ലെ, അത് നമ്മൾ പഠിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. മൗത്ത് എന്താണെന്നും ബക്കൽ ക്യാവിറ്റി എന്താണെന്നും ഒക്കെ പറഞ്ഞുതരാം. അപ്പൊ ആ ബക്കൽ ക്യാവിറ്റിക്കുള്ളിലാണ് ആര് കാണപ്പെടുന്നത്, നമ്മുടെ ഈ സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്ന ഉമിനീയ ഗ്രന്ഥികൾ കാണപ്പെടുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ കാണപ്പെടുന്ന ഈ സലൈവറി ഗ്ലാൻഡ്, ഉമിനീയ ഗ്രന്ഥികൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 ജോഡികളാണ്. 3 ജോഡി ഉമിനീയ ഗ്രന്ഥികളാണ് നമുക്കുള്ളത്. 3 ജോഡി ഉമിനീയ ഗ്രന്ഥികളാണ് നമുക്കുള്ളത് പ്രധാനമായിട്ട്. 3 പെയേഴ്സ്. മേജറായിട്ട് മൈനർ ഗ്ലാൻഡ്സും ഉണ്ട്, മേജർ ഗ്ലാൻഡ്സും ഉണ്ട്. മൈനർ ഗ്ലാൻഡ്സ് ലാക്സ് ഓഫ് മില്യൺസ് ഓഫ് ഗ്ലാൻഡ്സ് ഉണ്ട്. ബട്ട് ഇൻ മേജർ 3 പെയേഴ്സ് ഓഫ് 3 പെയേഴ്സ് എന്ന് പറയുമ്പോൾ എത്ര എണ്ണം വരും, 6 എണ്ണം. ഒന്നിൽ 6 എണ്ണം എന്ന് ചോദിക്കാം, 6 എണ്ണം എന്ന് പറയാം, 6 നമ്പേഴ്സ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ 3 പെയേഴ്സ് എന്ന് ചോദിക്കാം. 3 ജോഡി. അപ്പൊ 3 ജോഡി സലൈവറി ഗ്ലാൻഡ് ഉണ്ട്. ആരൊക്കെയുണ്ട്? ദേ ആർ. ഒന്നാമത്തെ ആരാണ്? പരോട്ടിഡ് ഗ്രന്ഥി. രണ്ടാമത്തത് സബ്ലിംഗുൽ ഗ്രന്ഥി. മൂന്നാമത്തത് സബ് മാക്സിലറി അഥവാ സബ് മാൻഡിബുലർ. സബ് മാക്സിലറി ഓർ സബ് മാൻഡിബുലർ എന്ന് പറയാം. അപ്പം ഏതൊക്കെയാണ് 3 ജോഡി എന്ന് പറയുന്നത്? പരോട്ടിഡ് അപ്പൊ എത്ര എണ്ണം കാണും? പരോട്ടിഡ് എത്ര എണ്ണം കാണും? എപ്പോഴും 2 എണ്ണം കാണും. സബ്ലിംഗുൽ എത്ര എണ്ണം കാണും? 2 എണ്ണം കാണും. സബ് മാൻഡിബുലർ അല്ലെങ്കിൽ സബ് മാക്സിലറി എത്ര കാണും? 2 എണ്ണം. അങ്ങനെ മൊത്തം എത്ര എണ്ണം? 6 ഗ്ലാൻഡ് അല്ലെ. 3 ജോഡി. പരോട്ടിഡ്, സബ്ലിംഗുൽ, സബ് മാക്സിലറി. അതില് പരോട്ടിഡ് ഗ്ലാൻഡ്, പരോട്ടിഡ് ഗ്രന്ഥിയാണ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് അല്ലെ. ലാർജസ്റ്റ് ഗ്ലാൻഡ്. ചെവിക്കലുകളൊക്കെ അടിയെ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ചെവി വേദന എന്നൊക്കെ പറയത്തില്ലേ ഇല്ലേ? അതല്ലേ ചെവിക്കല്ല അടിക്കരുത് എന്ന് പറയുന്നത് ഇല്ലേ? പറയത്തില്ലേ? നമ്മള് പറയത്തില്ലടേ. ഇന്ന് അതിനെപ്പറ്റി ഒരു വാർത്ത ന്യൂസ് ടിവിയിൽ വന്ന്, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളടുത്ത് പറഞ്ഞേ ഉള്ളൂ, ടിവിയെ കാണാൻ ഏതെങ്കിലും ഒരു വാർത്ത കാണണമെന്ന് പറഞ്ഞത് അല്ലേ? നിങ്ങളുടെ താണോ പറഞ്ഞത് എനിക്ക് അറിയാൻ വയ്യ. അടുത്തൊക്കെ പറഞ്ഞു കറണ്ട് അഫയേഴ്സ് പഠിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു വാർത്ത കാണണമെന്ന്. അപ്പൊ ഇന്നൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നു, അടിച്ചു എന്നും അടിക്കാനായിട്ട് ഓങ്ങി എന്നൊക്കെ ചെവിക്കല്ല. ആരെ നിങ്ങൾ കണ്ടില്ല? അതായത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ അല്ലേ ഒരു വിദ്യാർത്ഥിയെ അല്ലെ, അവന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഒരു ഡോക്ടറെ അല്ലെ, ഒരു സ്ത്രീ പുരുഷനെ അടിക്കാൻ ഓങ്ങിയെന്നോ അടിച്ചെന്നോ ഒക്കെ പറഞ്ഞ് ഭയങ്കര വാർത്തയൊക്കെ ആയിട്ടുണ്ട്. പോട്ടെ. അപ്പം ഞാൻ പറയാനുള്ള കാരണം, ഈ പരോട്ടിഡ് ഗ്രന്ഥിയാണ് എന്താണ് ഈ ഗ്രന്ഥികളിൽ സലൈവറി ഗ്ലാൻഡില് ഏറ്റവും വലുത് എന്ന് പറയുന്നത്. ആരാണ്? പരോട്ടിഡ് ഗ്ലാൻഡ് ആണ്. എവിടെ കാണപ്പെടുന്നു പരോട്ടിഡ് ഗ്രന്ഥി? പരോട്ടിഡ് ഗ്രന്ഥി ജസ്റ്റ് ബിലോ ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി നമ്മുടെ എവിടാ? ചെവിയില്ലേ? ചെവിയുടെ മുന്നിലായിട്ട്, അതായത് പുറമേ അല്ല, അകമേ, ചെവിയുടെ മുന്നിലായിട്ട് കാണപ്പെടുന്നു. അതായത് ചെവിയുടെ മുന്നിലായിട്ട് കാണപ്പെടുന്നത് കൊണ്ടാണ് ഈ പരോട്ടിഡ് ഗ്രന്ഥിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാല്, ബാക്ടീരിയൽ ഇൻഫെക്ഷനോ
ഉണ്ടാക്കി കഴിഞ്ഞാൽ, ബാക്ടീരിയ ഇൻഫെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പരോട്ടറി ഗ്രന്ഥി, അതായത് നമ്മുടെ അടിയിലായിട്ട് അടിഭാഗത്തായിട്ട് തൊട്ട് ചെവിയുടെ ഫ്രണ്ടിലായിട്ട്, അതായത് നമ്മുടെ ഇന്നർ ഇയറിന്റെ, നമ്മുടെ കോക്ലിയും വെസ്റ്റിബ്യൂളും ഒക്കെ വരുന്ന ആ ഇന്നർ ഇയറിന്റെ തൊട്ട് താഴെ ഭാഗത്തായിട്ട് ആണ്, അതിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് ഈ പരോട്ടറി ഗ്രന്ഥി കാണപ്പെടുന്നത്. കാരണം നിങ്ങൾ സാധാരണയായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരമോ കൊതിയുള്ള എന്തെങ്കിലും കാണുമ്പോഴത്തേക്ക് ആ സൈഡിൽ നിന്നാണ് ഈ എന്ത് വരുന്നത്, കപ്പൽ ഓടുന്നത് അല്ലേ? പെട്ടെന്ന് ഇങ്ങനെ പൊട്ടത്തില്ലേടെ? എല്ലാവരും സംഭവിച്ചില്ലേ? നല്ല പുളി അല്ലേ, നല്ല വാളംപുളി, നല്ല ഏകദേശം നല്ല പഴുത്ത വാളംപുളി. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അങ്ങനെ വാളംപുളിയെ? അതായത് വാളംപുളിയെ നമ്മൾ മരത്തിൽ കയറി പറിച്ചിട്ട് അല്ലെങ്കിൽ തട്ടിയിട്ടിട്ട് അതിന്റെ തോടിന്റെ, അതായത് അതിന്റെ ഏറ്റവും ബാക്ക് സൈഡ്, അതായത് അതിന്റെ പെഡിസലായിട്ടിരിക്കുന്ന ഭാഗം പതുക്കെ പൊട്ടിച്ചിട്ട് തോട് പൊട്ടാതെ അതിനെ ഊരിയെടുക്കും പുളിയെ അല്ലേ? അതായത് ഒരു മഞ്ഞ കളറായിരിക്കും അപ്പോഴും പുളി. ഊരിയെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ പുളിയുടെ കുരുവെല്ലാം മാറ്റിയിട്ട് അതിന്റെ ചത ആ കൂടിനകത്തോട്ട് ഇങ്ങനെ ഇട്ടിട്ട് അതിൽ ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഒരു പച്ച ഇറുക്കില് എടുത്ത് നല്ലതായിട്ട് കറക്കിയിട്ട് ഇറുക്കിൽ വെച്ച് ഇങ്ങനെ ആ വെള്ളം തൊട്ട് നാക്കിലേക്ക് ഉറ്റിക്കും. എന്ത് ടേസ്റ്റ്! ഇങ്ങനെ ഈ സിറിഞ്ച് വെച്ച് അടിച്ചണക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും നാക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടോ നിങ്ങള്? ഇപ്പൊ നിങ്ങളുടെ വായിൽ വെള്ളം ഉറിയോ? ഇപ്പൊ അവിടെ നിന്നായിരിക്കും വന്നിട്ടുള്ള സത്യത്തില്. ഈ സൈഡിൽ നിന്ന് വരും, ഈ പരോട്ടറി ഗ്ലാൻഡിൽ നിന്ന് വരും. അങ്ങനെ ചെയ്തിട്ടുണ്ടോ പണ്ട് നിങ്ങൾക്ക് ഇപ്പൊ പുളി കണ്ടിട്ടില്ല, പിന്നെ നിങ്ങൾ പുളി അങ്ങനെ തിന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ട് കടയിൽ നിന്ന് വരുന്ന അല്ലേ പട്ടി മൂത്രം ഒഴിച്ച ആൾക്കാരെ ഇതിൽ ചവിട്ടിയ ഉപ്പിട്ട് ഉണക്കിയ പുളി ഇല്ലയോ? അതല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ടാമറിന്റെ സിൻഡിക്കസിനെ കണ്ടിട്ടുണ്ടോ? ആ, ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള പഴുത്ത പുളി, അത് നമ്മുടെ നാട്ടില് ട്രിവാൻഡ്രക്കാരൊക്കെ പറയുന്നത് ഉദയം പുളി എന്നാണ്. ഉദയൻ പുളി എന്ന് പറയും. കണ്ടിട്ടുണ്ടോ? ഒരു പച്ചയും മഞ്ഞയും കൂടെ ചേർന്ന കളറിൽ ഇരിക്കുക പുളി. ഭയങ്കര ടേസ്റ്റ് അങ്ങനെ കഴിക്കാനായിട്ട്. പുളിയെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ആ സമയത്ത് പുളി കഴിക്കുന്നത്. നമ്മളെ ആപ്പിൾ ഇല്ലേ, നമ്മളെ ഈ സ്പോഞ്ച് കണക്കിരിക്കുന്ന 2 തരത്തിലുള്ള ആപ്പിൾ ഉണ്ടല്ലോ, നല്ല കട്ടിയുള്ള, നല്ല കടുമുട, ചവയ്ക്കുമ്പോൾ കടല കടിക്കുന്നത് പോലെ കഴിക്കുന്ന ആപ്പിളും ഉണ്ട്, സ്പോഞ്ച് പോലുള്ള ആപ്പിളും ഉണ്ട് അല്ലേ? 2 തരത്തിലുള്ള ആപ്പിൾ ഇല്ലേ? ആപ്പിളിന്റെ ഫ്ലഷ്. അപ്പൊ ആ സ്പോഞ്ച് പോലുള്ള ആപ്പിൾ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ്, അതേപോലെ ഇരിക്കും ഈ പുളി ആ ഒരു സമയത്ത് കഴിക്കാൻ. പോട്ടെ. അപ്പൊ ആ ഏറ്റവും വലുതായിട്ടുള്ള ആ പരോട്ടറി ഗ്ലാൻഡ് ഈ ചെവിയുടെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ കാണും. അപ്പൊ അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ പരോട്ടറി ഗ്ലാൻഡ് വീർക്കും. അങ്ങനെ വീർക്കുന്ന പരോട്ടറി ഗ്ലാൻഡ് ഈ ഇൻഫെക്ഷൻ വന്നിട്ട് വീർക്കുന്ന ആ ഒരു അസുഖത്തെ നമ്മൾ പേര് വിളിക്കും. എന്താണ് ആ അസുഖത്തെ വിളിക്കുന്ന പേരാണ് മംസ്, മുണ്ടിനീര് എന്നൊക്കെ കേട്ടിട്ടില്ലേ? മുണ്ടിനീര് എന്ന് വിളിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ, കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അപ്പൊ എങ്ങനെ വേണോ സ്റ്റേറ്റ്മെന്റ് വരാം, അതുകൊണ്ടാണ് ഇങ്ങനെ ഓറലായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അപ്പൊ ഒന്നാമത്തെ പരോട്ടറി ഗ്ലാൻഡ് കഴിഞ്ഞു. രണ്ടാമത്തെ ആരാണ്? സബ് ലിംഗ്വൽ. രണ്ടാമത്തത് സബ് ലിംഗ്വൽ എന്ന് പറയുന്ന ഗ്ലാൻഡ് ആണ്. സബ് ലിംഗ്വൽ എന്ന് പറയുന്ന ഗ്ലാൻഡ് ആണ് സബ് ലിംഗ്വൽ ഗ്രന്ഥി. അപ്പൊ സബ് ലിംഗ്വൽ ഗ്രന്ഥിയായിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയാ, ഈ നമ്മുടെ നാക്കിന്റെ അടിഭാഗത്തിൽ അവിടെ നിന്നും കുറെ പൊട്ടത്തില്ലേടെ ചില പദാർത്ഥങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് ആ ഭാഗത്ത് നിന്ന് ഉമിനീര് പൊട്ടി വരത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്നും പൊട്ടി വന്നിട്ടുണ്ടായിരിക്കും അല്ലേ? പുള്ളിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നാക്കിന്റെ അടിഭാഗത്തുനിന്ന് അല്ലെ നമ്മൾ സംസാരിക്കുമ്പോൾ ധാരാളം ഉമിനീര് ആ ഭാഗത്തുനിന്ന് ഉത്പാദിപ്പിക്കും. ആ ഭാഗത്തുനിന്ന് ഉത്പാദിപ്പിച്ചാൽ മാത്രമേ നമുക്ക് നേരെ സംസാരിക്കാനും പറ്റുള്ളൂ. അപ്പൊ സപ്ലിംഗൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ടങ്ങിന്, നമ്മളെ നാവിനടിയിലായിട്ടാണ് ഈ സബ്ലിംഗ്വൽ ഗ്ലാൻഡ് കാണപ്പെടുന്നത്. മനസ്സിലായല്ലേ? അതായത് സബ്ലിംഗ്വൽ ഗ്ലാൻഡ്സ് ഫൗണ്ട് ബിലോ ദ ടങ്. ഓക്കെ. ഇതിന്റെ ഡക്റ്റ്, ഈ സബ്ലിംഗ്വൽ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന നാവ്, ഇതിന്റെ അടിയിൽ ഇവിടെയാണ് ഗ്ലാൻഡ് എങ്കിൽ ഇതാണ് ഗ്ലാൻഡ് എന്ന് വിചാരിച്ചു. ഇതിന്റെ അടിയിലായിട്ട് ഇത് നാവ്, ഇതിന്റെ അടിയിലായിട്ട് ഗ്ലാൻഡ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ ഗ്ലാൻഡിന്റെ ഡക്റ്റ് ഉണ്ട്. ഈ ഡക്റ്റ് നേരെ മൗത്തിലേക്ക് ഒരു ഡക്റ്റ് ഉണ്ടായിരിക്കും. ആ ഡക്റ്റ് നേരെ ഈ മൗത്ത്, നമ്മുടെ വായ്ക്ക് ഇവിടെയായിരിക്കും വാ വരുന്നത്, ലോവർ ജായൊക്കെ വരുന്നത് ഇവിടെ ആയിരിക്കും. ഈ ഭാഗത്തായിരിക്കും തുറക്കുന്നത്. അപ്പൊ ഇവിടെ ഇഷ്ടംപോലെ ഉമിനീര് ഇങ്ങനെ ഡക്റ്റിലൂടെ ഉത്പാദിപ്പിക്കപ്പെടും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ നാവിനടിയിലായിട്ടാണ് സബ്ലിംഗ്വൽ കാണപ്പെടുന്നത്, സബ്ലിംഗ്വൽ ഗ്ലാൻഡ്. ഇനി സബ് മാക്സിലറി ഗ്ലാൻഡ് അല്ലെങ്കിൽ സബ് മാൻഡിബുലാർ, സബ് മാക്സിലറി എന്ന് പറയുന്നത്
മാക്സിലറി ഗ്ലാൻഡ്, മാക്സിലറി ഗ്രന്ഥി അല്ലെങ്കിൽ മാൻഡിബുലർ ഗ്രന്ഥി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ലോവർ ജായുടെ ആംഗിളില്, അതായത് കീഴ്ത്താടിയുടെ സൈഡിലായിട്ട് ആംഗിളില്, കീഴ്ത്താടി ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത്. ഓക്കെ, കീഴ്ത്താടിയുടെ ജോയിനിങ്ങില് ആംഗിളിലായിട്ടാണ് ആര് കാണപ്പെടുന്നത്? സബ് മാക്സിലറി. മൂന്നിന്റെ പൊസിഷൻ മനസ്സിലായില്ലേ? പൊസിഷൻ മനസ്സിലായില്ലേ? ഒന്ന് ചെവി, ഒന്ന് നാവ്, ഒന്ന് കീഴ്ത്താടി. ഓക്കെ ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോടെ? ക്ലിയർ ആണോ? ദാറ്റ് ഈസ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡിലെ സലൈവറി ഗ്ലാൻഡ്. അടുത്തത് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്. രണ്ടാമത്തത് ഗ്യാസ്ട്രിക് ഗ്രന്ഥികള്. രണ്ടാമത്തത് ഗ്യാസ്ട്രിക് ഗ്രന്ഥിയാണ്. ഗ്യാസ്ട്രിക് ഗ്രന്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ധാരാളമായിട്ട് ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ഗ്യാസ്ട്രിക് ഗ്രന്ഥികളുണ്ട്. ഗ്യാസ്ട്രിക് എന്ന് പറയുമ്പോൾ ആരുമായിട്ടാണ് ബന്ധമുള്ളത്? വായുവായിട്ടാണോ അല്ല വേറെ ഏതെങ്കിലും ഭാഗമായിട്ടാണോ? ഗ്യാസ്ട്രിക് ജ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ ആരുമായിട്ടാണ് ബന്ധമുള്ളത്? ആരുമായിട്ടാടെ? നമ്മുടെ സ്റ്റൊമക്ക്. ആമാശയം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്ക്, വയറ് എന്ന് പറയുന്ന ഭാഗം. നിങ്ങൾ തൊട്ട് കാണിക്കുന്ന ആ ഭാഗമല്ല വയറ്. അതാണ് വയറ്. നമ്മുടെ നാഭി വരുന്ന, നമ്മുടെ പൊക്കിൽ കൂടി വരുന്ന ആ എല്ലാ ഭാഗം കൊണ്ട് തൊട്ട് അടിവേർ മുതൽ നിങ്ങൾ കാണിക്കുന്ന ഭാഗമാണ് വയറെന്ന് പറയുന്നത്. നിങ്ങളുടെ ഏത് ഭാഗത്തിന് താഴെയുള്ള, നിങ്ങൾ വയറെന്ന് കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഔരസാശയം അല്ലെ, ഔരസാശയം ഭാഗം ഫുള്ള് നിങ്ങൾ കാണിക്കും. എന്താണ്ട് വയറെന്ന്, അതാണ് വയറ്. അത് മൊത്തം വയറാണോ? ആണോടെ? ആണോ? ആമാശയാണോ? അല്ല. വയറെന്ന് പറയുന്നത് ജെ ഷേപ്ഡ് ആയിട്ടുള്ള ചെറിയൊരു പാക്കറ്റ് ആണ്, ഇല്ലേ? ഇല്ലടെ? അല്ലയോ? ആണോടെ? ചെറിയൊരു ലെഫ്റ്റ് സൈഡിലായിട്ട് കാണപ്പെടുന്ന ചെറിയൊരു പാക്കറ്റ് മാത്രമാണ് വയറെന്ന് പറയുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. അതാണ് വയറെന്ന് പറയുന്നത്. ബാക്കി ചെറുകുടലും വൻകുടലും കരളും കിഡ്നിയും സ്പ്ലീവയും മീൻസ് ആഗ്നേയഗ്രന്ഥിയും ഇതെല്ലാം കൂടെയൊക്കെ ചേർന്നിരിക്കുന്ന ഒരു ഭാഗമാണ് ആ വയറിന്റെ ഭാഗം എന്ന് പറയുന്നത്. അല്ല, എല്ലാം വയറല്ല. അവിടെ വരുന്ന ചെറിയൊരു സഞ്ചി മാത്രമാണ് ഈ ആമാശയ അഥവാ വയറെന്ന് പറയുന്നത്. അപ്പം ഈ വയറിലാണ് വയറിന്റെ വാൾ ഓഫ് ദി സ്റ്റൊമക്ക് എന്ന ഗ്യാസ്ട്രിക് ഗ്ലാൻഡിനെ കുറിച്ച് പറയുന്നത്. അതായത് വയറിന്റെ ഭിത്തികളിൽ കാണപ്പെടുന്ന ഗ്രന്ഥികളാണ് എന്തെന്ന് പറയുന്നത്? ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഗ്രന്ഥികൾ എന്ന് പറയുന്നത്. കേട്ടോ, ഇത് ഏകദേശം മില്യൺസ് ഓഫ് ഗ്ലാൻഡ്സ് ഉണ്ട്. ഏകദേശം 35 to 40 മില്യൺ. മനുഷ്യനിൽ 35 മില്യൺ മുതൽ 40 മില്യൺ വരെ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതെല്ലാം നമുക്ക് പഠിക്കാൻ പറ്റത്തില്ലല്ലോ. ഇത് നേരെ ഈ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് നേരെ എങ്ങോട്ടേക്ക് തുറക്കും? ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് നേരെ എങ്ങോട്ടേക്കാണ് തുറക്കുന്നത്? എങ്ങോട്ടായിരിക്കും തുറക്കുന്നത്? വയറിനകത്ത് ഇങ്ങനെ ഇഷ്ടം പോലെ ഗ്ലാൻഡ് ഉണ്ടെന്ന് ചോദിച്ചു. ദിസ് ഈസ് ഗ്ലാൻഡ്. ഇത് വയറിന്റെ ഭിത്തികളിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഗ്ലാൻഡ്. ഈ ഗ്ലാൻഡ് എങ്ങോട്ടാ തുറക്കുന്നത്? ഇതിന്റെ ഡക്ട് എങ്ങോട്ടാ തുറക്കുന്നത്? ഇതെങ്ങോട്ടാ ഓപ്പൺ ചെയ്യുന്നത്? എങ്ങോട്ടായിരിക്കും? ആമാശയത്തില്, വയറില്. അതിന് പ്രത്യേകിച്ച് പറയാനുള്ള, ഇത് വയറിലേക്കാണ് തുറക്കുന്നത്. ഈ ഗ്ലാൻഡ് തുറക്കുന്നതെല്ലാം വയറിലേക്കാണ്. അതായത് ഗ്യാസ്ട്രിക് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങളെല്ലാം തുറക്കുന്നത് വയറിലേക്കാണ്. അതായത് ദ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ഓപ്പൺ ഇൻടു ദി സ്റ്റൊമക് ത്രൂ ദി ഗ്യാസ്ട്രിക് പിറ്റ്. ഈ പിറ്റ് വഴി, ഗ്യാസ്ട്രിക് പിറ്റ് വഴി വയറിലേക്ക് തന്നെയാണ് അത് തുറക്കുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഈ 35 ലക്ഷത്തോളമുള്ള ഈ ഗ്യാസ്ട്രിക് ഗ്രന്ഥികള് ഉണ്ടാക്കിയിരിക്കുന്നത്, ആ എല്ലാ ഗ്യാസ്ട്രിക് ഗ്രന്ഥികളെ കുറിച്ച് പഠിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആ ഗ്രന്ഥികളെ കുറിച്ച് പഠിക്കാറില്ല. ഈ ഗ്യാസ്ട്രിക് ഗ്രന്ഥികൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതാണ്. ദ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ആർ ഫോംഡ് ഓഫ് 3 kinds ഓഫ് സെൽസ്. അല്ലേ? മൂന്ന് തരം കോശങ്ങൾ കൊണ്ടാണ് ആരെ നിർമ്മിച്ചിരിക്കുന്നത്? ഈ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് നിർമ്മിച്ചിരിക്കുന്നത്. ആരൊക്കെയാണ് ഈ 3 തരം കോശങ്ങൾ കൊണ്ട്? 3 തരം കോശങ്ങൾ കൊണ്ടാണ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് മ്യൂക്കോസ കോശങ്ങൾ. എന്തോ പറയാമെന്ന് പറഞ്ഞോ? മ്യൂക്കോസ സെൽസ്. അത് തന്നെയാണ് പരേറ്റല് സൈമോജൻ അല്ലേ? യെസ്, വെരി ഗുഡ്. മ്യൂക്കോസ സെൽസ് അല്ലെങ്കിൽ മ്യൂക്കസ് സെൽസ് അല്ലെങ്കിൽ ചീഫ് സെൽസ് എന്ന് വിളിക്കും. ചീഫ് സെൽസ് അല്ലെങ്കിൽ ചീഫ് കോശങ്ങൾ, അല്ലെങ്കിൽ ഇതൊക്കെ ഇഷ്ടംപോലെ തവണ ചോദിച്ചിട്ടുള്ളതാണ്. ചീഫ് കോശങ്ങൾ അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കും? സൈമോജൻ അല്ലേ? ഇവിടെ സൈമോജൻ.
സൈമോജൻ കോശങ്ങൾ. അപ്പൊ സൈമോജൻ കോശങ്ങൾ എവിടെ കാണപ്പെടുന്നത്, അല്ലെങ്കിൽ സൈമോജൻ കോശങ്ങള് ഗ്യാസ്ട്രിക് ഗ്ലാൻസിലാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ദഹനേന്ദ്രിയ വ്യൂഹവുമായി ബന്ധപ്പെട്ടാണ് സൈമോജൻ കോശങ്ങൾ കാണപ്പെടുന്നത് ചോദിക്കും. അല്ലെങ്കിൽ ചീഫ് കോശങ്ങൾ ദഹനേന്ദ്രിയ വ്യൂഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ വയറിന്റെ വയറിനുള്ളിലാണ് ചീഫ് സെൽസ് കാണപ്പെടുന്നത്. എങ്ങനെയാണോ ചോദിച്ചൂടെ, ആമാശയത്തിനുള്ളിലാണ് ചീഫ് കോശങ്ങൾ കാണപ്പെടുന്നത്. നമ്മൾ പഠിക്കും ഇപ്പൊ ബോൺസിൽ എല്ലുകളിൽ കാണപ്പെടുന്ന കോശങ്ങൾ ഏത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും, ചാടിക്കറി എന്ത് പറയും, പറയടേ ബ്ലാസ്റ്റ് കോശങ്ങൾ അല്ലെ, ബ്ലാസ്റ്റ് സെൽസ്. ഇപ്പം കരളിലാണെങ്കിൽ നമ്മൾ പറയും എന്താണ്, കൂഫർ സെൽസ് എന്നൊക്കെ പറയാം. അതേപോലെ ചോദിക്കും നിങ്ങളോട്, വയറിനുള്ളിൽ കാണപ്പെടുന്ന വയറിലെ കോശങ്ങൾ അത് ചീഫ് കോശങ്ങളാണ്, സൈമോജൻ കോശങ്ങളാണ്, ഡയജസ്റ്റുമായിട്ട് ബന്ധമുള്ളതാണ്. മ്യൂക്കസ് കോശങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. മ്യൂക്കസ് സെൽസ് ഇഷ്ടംപോലെ ഭാഗത്തുണ്ട്, ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ മ്യൂക്കസ് സെൽസ് കാണപ്പെടുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മ്യൂക്കസ് സെൽസ് നമ്മുടെ എവിടെ ഫലോപ്പിയൻ ട്യൂബ്സിൽ ആ ഭാഗങ്ങളിലുണ്ട്. പക്ഷെ അത് ആ മ്യൂക്കസ് സെൽസ് സീലേറ്റഡ് ആയിട്ടുള്ള മ്യൂക്കസ് സെൽസ് ആണ്. കാരണം ഓവ എന്ന് പറയുന്നത് എന്തില്ല, നോൺ മോട്ടൈലാണ്. അപ്പൊ ഓവയെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സീലിയറി മോഷനിലൂടെ ഇങ്ങനെ തള്ളി കൊടുക്കുന്നതിന് വേണ്ടി, താഴോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള മ്യൂക്കസ് കോശങ്ങളുണ്ട്. അതിന് വേറെ പേര് പറയാം, പക്ഷെ സീലേറ്റഡ് ആണെന്നേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ മ്യൂക്കസ് ഉണ്ട്, ബട്ട് ചീഫ് കോശങ്ങൾ ഇവിടെ മാത്രമാണ്, അല്ലെങ്കിൽ സൈമോജൻ കോശങ്ങൾ. മൂന്നാമതായിട്ട് പറയുന്നത് ഓക്സിൻഡിക് സെൽ, അല്ലെങ്കിൽ ഓക്സിൻഡിക് സെൽസുകൾ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പരൈറ്റൽ അല്ലെ, പരൈറ്റൽ കോശങ്ങൾ. ഇതിനൊന്നും മലയാളമില്ല, ഇങ്ങനെ തന്നെ പഠിക്കണം. ഓക്സിൻഡിക് അല്ലെങ്കിൽ പരൈറ്റൽ. അപ്പോൾ 3 തരം വയറിന്റെ ഭിത്തികളിൽ കാണപ്പെടുന്ന, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഗ്ലാൻസിൽ 3 തരം കോശങ്ങൾ കാണപ്പെടുന്നു. ഈ 3 തരം കോശങ്ങള് മ്യൂക്കസ് കോശങ്ങളും സൈമോജൻ കോശങ്ങളും പരൈറ്റൽ കോശങ്ങളും. അങ്ങനെ ഈ 3 കോശങ്ങളും കൂടി ഉൽപ്പാദിപ്പിക്കുന്ന ആ കളക്റ്റീവ് സെക്രീഷനെ അല്ലെ, these 3 glands secrete the collective secretion of gastric gland. ഈ ഗ്യാസ്ട്രിക് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഈ സൈമോജൻ കോശങ്ങളും പരൈറ്റൽ കോശങ്ങളും മ്യൂക്കസ് കോശങ്ങളും കൂടി ഒരുമിച്ച് നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആ സ്രവത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കും, ഗ്യാസ്ട്രിക് ജ്യൂസ്. അല്ലെങ്കിൽ 3 ചേർന്ന് ഉൽപ്പാദിക്കുന്ന സ്രവം അറിയപ്പെടുന്ന പേരാണ് ഗ്യാസ്ട്രിക് ജ്യൂസ് അഥവാ ആമാശയരസം. അപ്പൊ ആമാശയ ഗ്രന്ഥി, ഗ്യാസ്ട്രിക് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന, ഗ്യാസ്ട്രിക് ഗ്രന്ഥി മീൻസ് ആമാശയ ഗ്രന്ഥി. നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? എന്താണ് സ്പീഡ് കൂടി പോകുന്നത്? എന്താണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കുന്നില്ല, കാരണം നിങ്ങൾ ഇത് ആൻസർ പറയാത്തതുകൊണ്ടാണ് ചോദിക്കാത്തത്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? കാരണം നിങ്ങളെ ഈ സമയമില്ലാത്ത സമയത്ത് രാത്രിയിൽ ഉറക്കമെണിച്ചിരുന്ന് മൊബൈലിന്റെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടിരുന്ന് പഠിക്കുമ്പോഴത്തേക്ക് കിട്ടണം. പഠിപ്പിക്കുന്ന സ്ഥലത്ത് ചോദ്യം ചോദിച്ച് എഴുതാൻ പറ്റണം, അല്ലെങ്കിൽ ഇരുന്നിട്ട് ഉപയോഗമില്ല. വെറുതെ ഉറങ്ങാനും കേട്ടിരിക്കാനാണെങ്കിൽ ക്ലാസ് ഇരിക്കരുത്. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്തെല്ലാം ജോലി നിങ്ങൾക്ക് കാണും, എന്തെല്ലാം ജോലി നിങ്ങൾക്ക് ചെയ്യാൻ കാണും. അപ്പൊ അത് ചെയ്യാതെ നിങ്ങൾ ഒരു ക്ലാസിന്റെ മുന്നിൽ നിങ്ങൾക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ ഭാഗത്ത് നിന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റണം. ശരിയല്ലേ ഞാൻ പറയുന്നത്? ആണോ? അതെ. അപ്പൊ അങ്ങനെ പറ്റുമോ? അങ്ങനെ പറ്റും. ഞാൻ ശ്രവം എന്ന് എഴുതിയ തെറ്റിപ്പോയി, ശവം എന്നായിപ്പോയി അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നു? ശ്രവം. ഓക്കെ. അപ്പൊ ശ്രവമാണ് ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയുന്നത്. ഈ ഗ്യാസ്ട്രിക് ജ്യൂസിന് നമുക്കറിയാം, ഈ ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ പ്രത്യേകത എന്ത് നേച്ചർ ആയിരിക്കും? അസിഡിക് ആയിരിക്കും അല്ലേ? ഇതൊരു അസിഡിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ അസിഡിക്കിന് എന്ത് പറയും? അത് ആസിഡും ഇംഗ്ലീഷ് ആണ്. അമ്ല ഗുണം. ബേസ് ആണെങ്കിൽ ക്ഷാരം എന്ന് പറയും. അമ്ളം. ഞാൻ അത് പറയാനുള്ള കാരണം ചോദിക്കും, പരീക്ഷയ്ക്ക് ചോദിക്കും. ആമാശയം എന്ന് പറയുന്നത് ഭയങ്കര കട്ടിയുള്ളത് നമ്മൾ പഠിക്കും ഇപ്പൊ ആമാശയത്തെ കുറിച്ച്. ആമാശയം എന്ന് പറയുന്നത് ഭയങ്കര കട്ടിയുള്ളതും ഭയങ്കര പേശീനിർഭരമായിട്ടുള്ള ഒരു സഞ്ചിയാണ് അല്ലെ? നമ്മൾ കഴിക്കുന്ന ചിക്കനും
പോത്തും ബീഫും ആടും മുട്ടയും പാലും എല്ലാം ചെന്ന് കിടക്കുന്ന അവിടെ ഇല്ലേടെ, അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതാണോ? ആണോടെ അല്ലേ? അപ്പം ചെറിയ പ്രശ്നം, ഒരു എല്ലെടുത്ത് വിഴുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ അത് മുറിഞ്ഞു പോകാൻ പാടുണ്ടോ? അത് പൊട്ടിപ്പോകാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ അത്രയും കട്ടിയുള്ളതായിരിക്കും ഈ ഈ ആമാശയം എന്ന് പറയുന്ന ഈ സാധാരണ നമ്മളെ ഈ റൂമിനന്റ് അനിമലായിട്ടുള്ള അനിമൽസിന്റെ ഒക്കെ സ്റ്റൊമക്ക് എടുത്തിട്ട് അല്ലെ, റൂമിനന്റ് അനിമലായിട്ടുള്ള, അതായത് റീഗർജിറ്റേറ്റ് ചെയ്യുന്ന അനിമൽസ്, അയവെട്ടുന്ന മൃഗങ്ങൾക്ക് അവരുടെ സ്റ്റൊമക്കിന് റൂമിനന്റ് സ്റ്റൊമക്ക് നമ്മൾ പറയും. കാരണം അവരുടെ സ്റ്റൊമക്കിന് എത്ര അറകളുണ്ട്? 4 അറകളുണ്ട് അല്ലേ? റൂമൻ, റെട്ടിക്കുലം, ഒമാസം, അബമാസം അല്ലേ? അപ്പൊ ഇവരുടെ സ്റ്റൊമക്കാണ് ഈ മരുഭൂമിയിൽ ഡെസർട്ട് കണ്ടീഷനിലൊക്കെ ഈ ഒട്ടകത്തിൽ സഞ്ചരിക്കുന്നവരൊക്കെ വെള്ളം കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്നത്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വലിയൊരു സഞ്ചി പോലുള്ള സാധനം, അതിനകത്താണ് വെള്ളം നിറച്ചുകൊണ്ട് പോകുന്നത്. കണ്ടിട്ടുണ്ടോ? ഇല്ല. പിക്ചറിൽ കണ്ടിട്ടുണ്ട്. കാരണം എന്താണ്? അല്ലാതെ കുപ്പിയിലോ വേറെന്തെങ്കിലും ഒക്കെ നിറച്ചുകൊണ്ട് പോയി എന്ത് ചെയ്യും? ആരാ അവിടെ ഉള്ളത്? മുകളിൽ ആരാ നിൽക്കുന്നത്? സൂര്യൻ ഇല്ലേ? കഠിനമായ ചൂടാണ്. പെട്ടെന്ന് എന്ത് ചെയ്യും? ഇവാപറേഷൻ നടക്കും, നഷ്ടപ്പെട്ടു പോകും വെള്ളം ഇല്ലേ? പക്ഷെ വയറങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ വയറങ്ങനെ അല്ലായിരുന്നെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്നതും ചോറ് കഴിക്കുന്നതും ചപ്പാത്തി കഴിക്കുന്നതും ബിരിയാണി കഴിക്കുന്നതൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യും? സോറി പ്രകാശം ഒന്ന് അടിച്ചിട്ട്, ലൈറ്റ് ഒന്ന് അടിച്ചിട്ട് അത് ഉരുകിപ്പോയാനെ. പക്ഷെ അതങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയോ? ഈ സംഭവം പിടികിട്ടിയോ? ഓക്കെ അല്ലേ? പക്കയല്ലേടെ? ഓക്കെ, അടുത്ത നെക്സ്റ്റ് ആരാണ്? നെക്സ്റ്റ് നമ്മുടെ ലിവർ ആണ് അല്ലെ? കരളാണ്. മൂന്നാമത്തത് നാലാമത്തതാണ്? മൂന്നാമത്തതല്ലേ? കരളാണ് മൂന്നാമത്തെ. ലിവർ ആണോ? ലിവർ ആണോ ഞാൻ എഴുതിയത്? എന്താ എഴുതിയത്? നിങ്ങൾ ഓർഡറിന് എഴുതുകയാണെങ്കിൽ ഓർഡറിന് എഴുതി പോയി കഴിഞ്ഞാൽ സുഖമായിരിക്കും പഠിക്കാൻ നോക്കുമ്പോഴത്തേക്ക്. കരളിനല്ലേ എഴുതിയത്? ഓക്കെ, കരളിലേക്ക് വരാം. എന്താ കരളേ അല്ലേ? ലിവറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ലിവർ ഈസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ അവർ ബോഡി എന്ന് പറയും അല്ലെ? ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ്. നമ്മൾ ഒരിക്കലും എന്റെ ഹൃദയമേ എന്ന് ആരെങ്കിലും വിളിക്കൂടെ? സ്നേഹമുള്ളവരെ, എന്റെ ഹൃദയമേ, എന്റെ തലച്ചോറെ എന്നൊക്കെ വിളിക്കും നമ്മൾ. എന്റെ കിഡ്നി എന്നൊക്കെ വിളിക്കും ആരെങ്കിലും? വിളിക്കുമോ? എന്റെ കരളെ എന്നല്ലേ വിളിക്കുള്ളൂ. കാരണം എന്താ? ഗ്ലൂക്കോസ് ഒന്നുമല്ല, കരളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും ഉണ്ട്, എന്നാലും കരളാണ് സത്യം പറഞ്ഞാൽ നമ്മളായിട്ട് നിലനിർത്തുന്നത് അല്ലേ? ഇല്ലയോ? കരൾ എന്തെങ്കിലും ഒരു പ്രശ്നം കാണിച്ചു കഴിഞ്ഞാൽ ആകെ നമ്മൾ വീഴ്ന്നു പോകും ഇല്ലേ? എല്ലാവരെയും നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന എന്ത് തരത്തിലുള്ള ടോക്സിക് സബ്സ്റ്റൻസിനെയും അതിനെ സ്കാൻ ചെയ്ത്, ഭയങ്കര സ്കാനിങ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ്. അതിന് എന്ത് സാധനം വന്നു കഴിഞ്ഞാലും അതിനെ സ്കാൻ ചെയ്ത് അതിനെ കൊണ്ട് പറ്റുന്ന സാധനമാണെങ്കിൽ അപ്പോഴേ തന്നെ സ്റ്റൊമക്കിനോട് പറയും, തലച്ചോറിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. അളിയാ, ഒരു സാധനം വന്ന് കിടപ്പുണ്ട് അവന്റെ വയറ്റിലോട്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ ഒന്ന് പറയുമെന്ന് പറഞ്ഞിട്ട് ബ്രെയിനോട് പറയും. അപ്പൊ ബ്രെയിൻ ഒരു സ്റ്റിമുലേഷൻ കൊടുക്കും. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? വോമിറ്റ് ചെയ്യും, വാള് വെക്കും ചെയ്യും. നമ്മൾ വിഷം അടിച്ചു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ചില വിഷങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കരളിന്. അതിനെ മാക്സിമം അത് എന്ത് ചെയ്യും? പിടിച്ചു നിർത്താൻ നോക്കും. അങ്ങനെയാണ് ചത്തുപോകുന്നത്. അവസാനം പിടിച്ചു നിർത്തി അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്ത. കാരണം കരളില് എടുക്കുന്ന ഈ ടോക്സിക് സബ്സ്റ്റൻസിനെ അരിച്ചു മാറ്റണമെങ്കിൽ ആര് വർക്ക് ചെയ്യണം? എക്സ്ട്രാ വർക്ക് ചെയ്യണം. നോർമൽ ഒരു വർക്കിംഗ് ഉണ്ട് ബോഡിയിലെ എല്ലാ അവയവങ്ങൾക്കും. കരള് ഇത്തരത്തിലുള്ള എക്സ്ട്രാ വർക്കിംഗ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കരൾ അതിനെ സ്കാൻ ചെയ്ത് അരിച്ചു മാറ്റിക്കൊണ്ടിരിക്കും. പക്ഷെ അരിച്ചു മാറ്റിക്കൊണ്ടിരുന്ന സമയത്ത് അതിനെ പുറന്തള്ളുവാനും അതിനെ ഒന്നും കൂടി ശുദ്ധീകരിച്ച് കഴുകി വൃത്തിയാക്കാനും സഹായിക്കുന്ന ആരാണ്? കിഡ്നിയാണ്. കിഡ്നിക്ക് ഓവർ ഡ്യൂട്ടി വരും. അപ്പോഴാണ് ഡെത്തായി പോകുന്നത്. പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ സെൽസ് ഒക്കെ ബസ്റ്റ് ആയിട്ട് നമ്മളെ പെട്ടെന്ന് ഡെത്തായി പോകും. അങ്ങനെയാണ് വിഷം, വലിയ മാരക വിഷം. ഇന്ന് അതിന്റെ വിഷത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് ആ വിഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ കേസിന്റെ വിധി പ്രഖ്യാപിച്ചില്ല. പക്ഷെ അതിന്റെ പദവി നടന്നൊരു സമയമാണ് അല്ലേ? ദിവസമാണെന്ന്. ഏതായിരുന്നു വിധി? കഷായം അല്ലേ? രേഷ്മ കൊലക്കേസ് അല്ലേ? ഓക്കെ,
ഗ്രീഷ്മ സോറി. അപ്പൊ അതിന്റെ വിധി നാളെയാണ്. ഓക്കെ, അതിന്റെ കേസിന്റെ ഒക്കെ കാര്യങ്ങൾ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി അല്ലേ? ഓക്കെ, പോട്ടെ. ഓക്കെ, അപ്പം ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ്, ഹ്യൂമൻ ബോഡിയിൽ ലാസ്റ്റ് ഗ്ലാൻഡ് ആണ്. ഇതിന്റെ വെയിറ്റ് ഏകദേശം 1.5 കിലോഗ്രാം ആണ്. വെയിറ്റ് എന്ന് പറയുന്ന ഒരു അഡൽട്ട് ആയിട്ടുള്ള ഹ്യൂമനെ സംബന്ധിച്ചിടത്തോളം, മാനിനെ സംബന്ധിച്ചിടത്തോളം 1.5 കിലോഗ്രാം ആണ്. ഇതിന്റെ 1.5 കിലോഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ അബ്ഡമിനൽ ക്യാവിറ്റിയിൽ, നമ്മുടെ വയറിലെ ആ ക്യാവിറ്റിയിൽ എന്താണ് ഈ അപ്പർ റൈറ്റ് സെൻട്രൽ പോർഷനിലായിട്ടാണ് ഈ സാധനം. അതായത് നമ്മുടെ ഡയഫ്രത്തിന് ജസ്റ്റ് തൊട്ട് താഴെയായിട്ട്, നമ്മുടെ ഡയഫ്രം ഇല്ലേ, നമ്മുടെ ഉദരാശയം താഴോട്ട്, അതായത് നമ്മുടെ ശ്വാസകോശത്തിന് താഴെയുള്ള നമ്മുടെ നെഞ്ചിനെ താഴെ ഒരു കുഴി ഉണ്ട് എല്ലാവർക്കും അല്ലേ? അല്ലേ? ഏത് ബോൺ വന്ന് അവസാനിക്കുന്നതാണ് ആ കുഴി? ഏതാ ബോൺ അവിടെയുള്ള ആ കുഴി? നെഞ്ചിന് താഴെ എല്ലാവർക്കും ഒരു ചെറിയൊരു കുഴി ഉണ്ടായിരിക്കും അല്ലെ? ഒരു ബോൺ വന്ന് ആ കുഴിയിലോട്ട് അവസാനിക്കും. അതുവരെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഔരസാശയം എന്ന് പറയുന്നത്. ഔരസാശയം. അതിന് തൊട്ട് താഴെയുള്ള എല്ലാം കൂടെ ചേർന്ന് ഉദരാശയം എന്ന് പറയുന്നത്. അപ്പം അല്ലേ? അല്ലിവിടെ ആണോ? ആണ്. അപ്പം മുകളിലുള്ള ഔരസാശയത്തെ ഒരു കവറിങ് ചെയ്തിട്ട്, ഔരസാശയത്തിന്റെ അടിയിൽ ഒരു കവറുണ്ട്, ഒരു കവർ കൊണ്ട് പൂജിച്ചിട്ടുണ്ട്. അത് നമ്മളൊരു പേര് വിളിക്കും, ഡയഫ്രം എന്ന് വിളിക്കും അല്ലേ? അപ്പൊ ഡയഫ്രത്തിന് അതായത് നമ്മളെങ്ങനെ വരച്ചു കഴിഞ്ഞാല്, നമ്മളിവിടെ ഈ നെഞ്ച് വരുന്ന ഈ ഭാഗം, ഈ നെഞ്ചിന്റെ ഇവിടെ ഒരു ബോൺ ഇങ്ങനെ വന്ന് അവസാനിക്കുന്നുണ്ട്. ഒരു ബോൺ ഉണ്ട് ഇവിടെ, അല്ല ഒരു ബോൺ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു അറയുണ്ട് ഇങ്ങനെ. ഇതിനെയാണ് ഔരസാശയം എന്ന് പറയുന്നത്. മൊത്തത്തില് ഔരസാശയം എന്ന് പറയുന്നത്. ഇത് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെയുള്ള നമ്മുടെ ഉദരാശയം എന്ന് പറയും. ഉദരാശയം, അബ്ഡമിനൽ ക്യാവിറ്റി. അപ്പൊ ഇവിടെയുള്ള ഈ ഒരു കവറിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ കവറിങ്ങിനെയാണ് ഓൾറെഡി എന്ത് പറയുന്നത്? ഡയഫ്രം എന്ന് പറയുന്നത്. ഡയഫ്രത്തിന്റെ വികാസവും ചുരുങ്ങലുമാണ് എന്തിനു സഹായിക്കുന്നത്? റെസ്പിറേഷൻ, ശ്വസനം. അതായത് ശ്വാസകോശം എയർ എടുക്കാനും എക്സ്പെൽ ചെയ്യാനും ഇൻസ്പിറേഷൻ നടക്കാനൊക്കെ സഹായിക്കുന്നത്. ശ്വസനം പഠിക്കുമ്പോൾ അവിടെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഞാൻ എന്തോ പറയാൻ വേണ്ടി വന്നു. അപ്പൊ ഡയഫ്രത്തിന്റെ തൊട്ട് താഴെയായിട്ടാണ് ആര് കാണപ്പെടുന്നത്? ഡയഫ്രത്തിന്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മുടെ കരൾ എങ്ങനെ കാണപ്പെടുന്നത്. കരൾ എങ്ങനെ ഇരിക്കുന്നത്? ഡയഫ്രത്തിന്റെ തൊട്ട് താഴെയായിട്ടാണ് കരൾ ഇരിക്കുന്നത്. റെഡിഷ് ബ്രൗൺ കളറായിട്ട് അല്ലേ? ഒരു റെഡിഷ് ബ്രൗൺ കളറിലായിട്ടാണ് ഈ കരൾ നമ്മൾ കാണപ്പെടുന്നത്. ഓക്കെ, കാരണം കരൾ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കരൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബൈലോബ്ഡ് അല്ലേ? ഇല്ലേ? ഇങ്ങനെ 2 ലോബുകളായിട്ടാണ് കരൾ ഇരിക്കുന്നത്, അല്ലയോ? ആണോ അവിടെ? ഓക്കെ, അതായത് ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് സ്മോൾ ആയിരിക്കും, റൈറ്റ് സൈഡിലുള്ളത് ലാർജ് ആയിരിക്കും. ഓക്കെ, അതായത് വലത്തെ വലിയ ഇതളുകളും ഇടത്തെ ചെറിയ ഇതളുകളുമായിട്ട് 2 ഇതളുകളായിട്ടാണ് കരൾ കാണപ്പെടുന്നത്. ഈ 2 ഇതളുകളെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ കുറെ തൊങ്ങലുകൾ ഇങ്ങനെ കാണാൻ പറ്റും. നിങ്ങൾ കോഴിയുടെ കരളോ ആടിന്റെ കരളോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ചെറിയ ന്യൂമറസ് ആയിട്ടുള്ള ടൈനി ലോബ്യൂൾസ് കാണാൻ പറ്റും. ഹെപ്പാറ്റിക് ലോബ്യൂൾസ് എന്നാണ് അതിനെ പറയുന്നത്. ഹെപ്പാറ്റിക് എന്ന് പറയുമ്പോഴേ ആരുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്കറിയാം. ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? ലിവറുമായിട്ട് അല്ലേ? ലിവറുമായിട്ട്. ഹെപ്പാറ്റിക് സെൽസ് എന്ന് പറഞ്ഞാൽ ലിവർ സെൽസ് ഒക്കെയാണ്. അപ്പൊ ഓക്കെ, അപ്പൊ ഈ ലോബി ഈ കരളിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, കരളിലോട്ട് ബ്ലഡും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും പോഷകങ്ങളും ബാക്കിയെല്ലാം കൊടുക്കുന്നതും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും ഒക്കെ ഈ ലോബ്യൂൾസ് ആണ്. ഈ ഹെപ്പാറ്റിക് ലോബ്യൂൾസ് എന്നാണ്. അതായത് ഇറ്റ് ഈസ് ദ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ലിവർ. ഹെപ്പാറ്റിക് ലോബ്യൂൾസ് ഈസ് ദ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ലിവർ എന്ന് പറയുന്നത്. കരളിന്റെ എല്ലാ കാര്യങ്ങളും സപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു ആളാണ് ഈ ഹെപ്പാറ്റിക് ലോബ്യൂൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുന്ന് നമ്മളോട് ചോദിക്കുന്നത് ഹെപ്പാറ്റിക് ലോബ്യൂൾസ് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ അല്ലേ? എവിടെ കാണപ്പെടുന്നു? അതായത് കരളിന്റെ 2 ഇതളുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലോബ്, അതിനാണ് എന്ത് പറയുന്നത്? ഹെപ്പാറ്റിക് ലോബ്യൂൾസ്. അതായത് കരളിന്റെ 2 ഇതളുകളെയും ബന്ധിപ്പിക്കുന്ന ഭാഗം ഹെപ്പാറ്റിക് ലോബ്യൂൾസ്. അപ്പം ഈ ഓരോ ഹെപ്പാറ്റിക് ലോബ്യൂൾസിനെ എടുത്തു കഴിഞ്ഞാൽ
ഞാൻ ഒരെണ്ണം വരയ്ക്കാണ്, ഒരു ഹെപ്പാറ്റിക് ലോബ്യൂൾസിനെ വരയ്ക്കാണ് ഞാൻ. ഓരോ ഹെപ്പാറ്റിക് ലോബ്യൂൾസും, ഇത് ഒരുപാട് ഹെപ്പാറ്റിക് ലോബ്യൂൾസ് ഉണ്ടായിരിക്കും. ഒരു ഹെപ്പാറ്റിക് ലോബ്യൂൾസ് എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് എ ഹെപ്പാറ്റിക് ലോബ്യൂൾസ്, ഇതൊരു ഹെപ്പാറ്റിക് ലോബ്യൂൾസ് ആണ്. ഒരു ഹെപ്പാറ്റിക് ലോബ്യൂൾസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഹെപ്പാറ്റിക് ലോബ്യൂൾസിനെ കവർ ചെയ്തുകൊണ്ട് ഇറ്റ് ഹാസ് എ തിൻ കണക്റ്റീവ് ടിഷ്യൂ. ഇതേ മനസ്സിലാവുന്നുണ്ടോടാ ഞാൻ പറയുന്നത്? ഓക്കെ അല്ലേ? ഉറങ്ങുവാണോ? അല്ല. ഓക്കെ. അപ്പം അതിനെ പൊതിഞ്ഞുകൊണ്ട് ഒരു തിൻ കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. കണക്റ്റീവ് ടിഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ 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 ചെറുതായിട്ടുള്ള കട്ടി കുറഞ്ഞ, വളരെ കട്ടി കുറഞ്ഞ ഒരു യോജക കല. ഓക്കെ, ഒരു കട്ടി കുറഞ്ഞ യോജക കല. അപ്പം കരളിന്റെ ഹെപ്പാറ്റിക് ലോബ്യൂൾസിലെ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ലോബ്യൂൾസ് അല്ലെങ്കിൽ ഒരു ഹെപ്പാറ്റിക് ലോബ്യൂൾസിനെ പൊതിഞ്ഞുകൊണ്ട് കട്ടി കുറഞ്ഞ ഒരു യോജക കല കാണപ്പെടുന്നു. ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ ഷെത്ത്, ഒരു കവറിംഗ് പോലെ. നമ്മള് നമ്മുടെ നെർവ് പഠിക്കുമ്പോൾ നെർവിന്റെ ആക്സോണിനെ പൊതിഞ്ഞിട്ടൊരു കവറിംഗ് ഉണ്ട്. നമ്മളൊരു പേര് വിളിക്കും, എന്ന് വിളിക്കും മൈലിൻ ഷെത്ത് എന്ന് വിളിക്കും അല്ലേ? മൈലിൻ ഷെത്ത്. അതേപോലെ ഷെത്ത്, ഒരു കവറിങ്ങിനെ, ഒരു കവറിങ് പോലെ കാണപ്പെടുന്നു. അപ്പം ആ കവറിങ്ങിനെ കരളിന്റെ രണ്ട് ഇതളുകളെ തമ്മിൽ, വലത്തെ ഇതളിനെയും ഇടത്തെ ഇതളിനെയും ചെറിയ ഇടത്തെ ഇതളിനെയും വലിയ വലത്തെ ഇതളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കാണപ്പെടുന്ന ഹെപ്പാറ്റിക് ലോബ്യൂൾസിന്റെ ഒരു യൂണിറ്റ്സിനെ, ഒരുപാട് ഹെപ്പാറ്റിക് ലോബ്യൂൾസ് കാണും, അതിൽ ഓരോന്നിനെയും പൊതിഞ്ഞ് വളരെ കട്ടി കുറഞ്ഞ യോജക കല കൊണ്ടുണ്ടാക്കിയ ഒരു ഷെത്ത്, ഒരു ആവരണം ഉണ്ടായിരിക്കും. ആ ആവരണത്തെ, ഈ ആവരണത്തെ വിളിക്കുന്ന പേരാണ് എന്താന്ന് വിളിക്കൂടെ? ഈ ആവരണത്തെ, ആവരണം, കട്ടി കുറഞ്ഞ ഒരു യോജക കല ഉണ്ടാക്കിയ ഒരു ആവരണമുണ്ട്, ആവരണത്തെ വിളിക്കുന്ന പേരാണ്. അതാണ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഒരു സെക്കൻഡ്, നിങ്ങൾ പറഞ്ഞോ, അറിയെങ്കിൽ പറഞ്ഞോ. ആവരണത്തെ എന്ത് വിളിക്കുന്നു? ആവരണത്തെ എന്ത് വിളിക്കുന്നറേ? ഓക്കെ, ആവരണത്തെ വിളിക്കുന്നതാണ്, ഇല്ല അറിയത്തില്ല, ഗ്ലിസൺ. എന്താണ്ട്? ഗ്ലിസൺസ് ക്യാപ്സ്യൂൾ. പഠിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഗ്ലിസൺസ് ക്യാപ്സ്യൂൾ മറന്നു പോകരുത്. മലയാളത്തില് മംഗ്ലീഷീകരിച്ച് എഴുതി ചോദിക്കും. ഗ്ലിസൺസ് ക്യാപ്സ്യൂൾ എന്താണ്? ഇപ്പം എന്താണെന്ന് മനസ്സിലായ? ഗ്ലിസൺ ക്യാപ്സ്യൂൾ എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായോടെ? ഓക്കെ അല്ലേ? ഗ്ലിസൺ ക്യാപ്സ്യൂൾസ് മനസ്സിലായോ? ഇനി മറക്കൂടെ? ഗ്ലിസൺ ക്യാപ്സ്യൂൾസ് മനസ്സിലായല്ലോ. എന്താണ് ഗ്ലിസൺ ക്യാപ്സ്യൂൾ എന്ന് അറിയാലോ? ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, ഇനി ആ കരളിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാല്, അതായത് ഓരോ ലോബ്യൂൾസും എടുത്തു കഴിഞ്ഞാല് ഈ പറഞ്ഞ ഈ ഇഷ്ടംപോലെ ലോബ്യൂൾസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഇഷ്ടംപോലെ ഈ ഒരുപാട് ലോബ്യൂൾസുകളാണ് ചേർന്നിട്ടാണ് ഇത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിലെ ഒരു ലോബ്യൂൾസിനാണ് നമ്മൾ എടുത്തത്. അതിലെ ഒരു ലോബ്യൂൾസിലാണ് അതിന്റെ പുറമെ ഇങ്ങനെ ഒരു കവറിങ് കാണപ്പെടുന്നത്. ആ കവറിങ് എന്ന് പറഞ്ഞാൽ യോജക കല, വളരെ കട്ടി കുറഞ്ഞ തിന്നായിട്ടുള്ള യോജക കല കൊണ്ടുള്ള ഒരു കവറിങ്, ഒരു ആവരണമായിട്ടാണ് കാണപ്പെടുന്നത്. ആ ആവരണത്തെ വിളിക്കുന്ന പേരാണ് ഗ്ലിസൺ ക്യാപ്സ്യൂൾസ്. ഇങ്ങനെയുള്ള ഈ ഗ്ലിസൺ ക്യാപ്സ്യൂൾസ് ലോബ്യൂൾസ് എടുത്തു കഴിഞ്ഞാല് ഈ ഓരോ ലോബ്യൂൾസിലും ധാരാളം ഇഷ്ടം പോലെ സെൽസുകൾ കാണാൻ പറ്റും. ധാരാളം സെൽസുകൾ, കോശങ്ങൾ കാണാൻ പറ്റും ഇതിനകത്തേക്ക്. ന്യൂമറസ് നമ്പർ ഓഫ് സെൽസ്, ദാറ്റ് സെൽസ് ആർ നോൺ ആസ് ഹെപ്പാറ്റിക് സെൽസ്. കോമൺലി എന്ത് വിളിക്കൂടെ? ഹെപ്പാറ്റിക് കോശങ്ങൾ അല്ലെ? ആ കോശങ്ങളെ നമ്മൾ വിളിക്കും ഹെപ്പാറ്റിക്. അതിനകത്ത് കാണപ്പെടുന്ന കോശങ്ങളെ ഹെപ്പാറ്റിക് കോശങ്ങൾ എന്ന് വിളിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ കാണപ്പെടുന്ന ഓക്കെ, ഈ കോശങ്ങള് ഗ്രൂപ്പായിട്ടാണ് കാണപ്പെടുന്നത്. ഞാൻ ഒരു പിക്ചർ കൂടെ വരയ്ക്കാം. ഞാൻ വരയ്ക്കുകയാണ്. ആ ഒരു ലോബ്യൂൾ എടുത്തു കഴിഞ്ഞാൽ ആ ലോബ്യൂളില് ഇഷ്ടംപോലെ കോശങ്ങൾ ഇങ്ങനെ അടങ്ങിയിരിക്കും. ഈ അടങ്ങിയിരിക്കുന്ന കോശങ്ങൾ ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ പ്ലേറ്റ് ലൈക്ക് നേച്ചർ. ഒരു പ്ലേറ്റ് പോലെ ഇങ്ങനെ കാണപ്പെടും. ഇതൊരു കൂട്ടം കോശങ്ങള്, അടുത്ത കൂട്ടം കോശങ്ങൾ. ഇത് എങ്ങനെ വേണോ വരയ്ക്കാം. ഞാൻ ഇപ്പൊ നീട്ടി വരയ്ക്കുന്നേ ഉള്ളൂ, തിരിച്ചും വരയ്ക്കാം, ഇങ്ങനെയും വരയ്ക്കാം. ഇങ്ങനെ ഓരോരോ
പ്ലേറ്റുകളാക്കി ഇങ്ങനെ അടുക്കി വെച്ചിരിക്കും. ഇങ്ങനെ പ്ലേറ്റുകളാക്കി ഓരോ പ്ലേറ്റുകൾ പോലെ ആയിരിക്കും ഈ കോശങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, ഈ പ്ലേറ്റുകളെ തമ്മിൽ ഇങ്ങനെ അതിന്റെ ഇടയിൽ സ്പേസ് വരുന്നുണ്ടോ? ഈ പ്ലേറ്റുകളുടെ ഓരോ പ്ലേറ്റിന്റെ ഇടയിലായിട്ട് സെർട്ടൻ സ്പേസ് ഉണ്ട്, സ്ഥലം കാണപ്പെടും. ഒരു ചാനൽ പോലെ ഇതിന്റെ ഇടയിലുള്ള ഈ സ്ഥലം, ഈ ചാനൽ ഇവിടെ ഈ ചാനൽ വന്നു, ഇവിടെ ആണെങ്കിൽ ഈ ചാനൽ ഇങ്ങനെ അതിന്റെ ഇടയ്ക്ക് സ്പേസ് ചാനലുണ്ട്. മനസ്സിലായില്ലേ? ആ ചാനലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ആ സെൽസിനിടയിലുള്ള പ്ലേറ്റ് പോലെ അടുക്കി വെച്ചിരിക്കുന്ന ചാനലിനിടയിലുള്ള സ്പേസിനെ. മനസ്സിലായില്ലേ? അതായത് പ്ലേറ്റിലേക്ക് ഗ്രൂപ്പ് ഓഫ് ദിസ് സെൽസ് ആർ സെപ്പറേറ്റഡ് ബൈ ചാനൽസ്. ദാറ്റ് ചാനൽസ് ആർ കോൾഡ് ഹെപ്പാറ്റിക് സൈനസോയിഡ്സ്. ആ ടേം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഹെപ്പാറ്റിക് സൈനസോയിഡ്സ്. ഹെപ്പാറ്റിക് സൈനസോയിഡ്സ്. ഓക്കെ, കിട്ടിയോ? അപ്പൊ ഹെപ്പാറ്റിക് സൈനസോയിഡ്സ് എന്നൊരു ടൈം കിട്ടി കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല, ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. ആരുമായിട്ട് ബന്ധപ്പെട്ടത്? മോളിൽ നിന്ന് തുടങ്ങണം. ആരുമായിട്ട്? ഹെപ്പാറ്റിക് ലോബ്യൂൾസിന്റെ ഒരു യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ധാരാളം ഹെപ്പാറ്റിക് കോശങ്ങളുണ്ട്. ആ ഹെപ്പാറ്റിക് കോശങ്ങൾസ് എന്താണ്? ഈ പ്ലേറ്റ് പോലെ അടുക്കി വെച്ചിരിക്കും. ആ പ്ലേറ്റ് പോലെ ഗ്രൂപ്പ് ആയിട്ടിരിക്കുന്ന സെൽസിന്റെ ഇടയിലായിട്ട് എന്താണ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാനൽസ്, അല്ലെ, ഒരു ഗ്രൂപ്പ്സ്, ഒരു ചാനൽസ് ഉണ്ടായിരിക്കും. ആ ഗ്രൂപ്പ്സിനെ വിളിക്കുന്ന പേരാണ് എന്ന് വിളിക്കുന്നത് ഹെപ്പാറ്റിക് സൈനസോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഹെപ്പാറ്റിക് സൈനസോയിഡ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? അപ്പം ഈ ചാനൽ വഴിയാണ്, ഈ ചാനൽ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് സൈനസോയിഡ് എന്ന് പറഞ്ഞാൽ അകത്തൂടെ ആയിരിക്കും ആരൊക്കെ പോയിരിക്കുന്നത്? ഈ ബ്ലഡ് വെസൽസ് കയറി ഇറങ്ങി പോയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇതിനകത്തൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ബ്ലഡ് വെസൽസും വെയിൻസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് പോകുന്നത് ഇതിനകത്തൂടെയാണ്. ഈ ചാനലിനകത്തൂടെ ആയിരിക്കും പോയിരിക്കുന്നത്. ഇവിടെയൊക്കെ ചാനൽ ഉണ്ടായിരിക്കും. ഈ ചാനലിലൂടെ ആയിരിക്കും ബ്ലഡ് വെസൽസ് ഒക്കെ പോയിരിക്കുന്നത്. ബാക്കിയ കോശങ്ങളാണല്ലോ. എവിടെ ചാനലുണ്ടോ അതിലൂടെയൊക്കെ ആയിരിക്കും ബ്ലഡ് വെസൽസ് ഒക്കെ പോയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ എന്താ പറയാ, ഹെപ്പാറ്റിക് സൈനസോയിഡ്സ് എന്ന് പറയുന്ന ആ ഒരു ചാനലിന്റെ ഞാൻ ഹെപ്പാറ്റിക് സൈനസോയിഡ്സ് മാത്രം വരയ്ക്കുകയാണ്. ദിസ് ഈസ് ദ ഹെപ്പാറ്റിക് സൈനസോയിഡ്സ്. HS എന്നില്ല, HS ഹെപ്പാറ്റിക് സൈനസോയിഡ്സ്. ഈ ഹെപ്പാറ്റിക് സൈനസോയിഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ ഹെപ്പാറ്റിക് സൈനസിന്റെ എൻഡോത്തീലിയം എന്ന് പറയുമ്പോഴത്തേക്ക് എൻഡോത്തീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറയടേ അകത്തുള്ള പാർട്ട് അല്ലെ, ഈ അകത്തെ പാർട്സ്, ഈ ഭാഗം എൻഡോത്തീലിയം. അകത്തുള്ള പാർട്സ്. അപ്പൊ ആ എൻഡോത്തീലിയം നോക്കിക്കഴിഞ്ഞാല്, അതായത് എൻഡോത്തീലിയം ഓഫ് ദ ഹെപ്പാറ്റിക് സൈനസോയിഡ്സ്, അവിടെ നോക്കിക്കഴിഞ്ഞാല് അവിടെ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ കുറെ ഈ എൻഡോത്തീലിയത്തിൽ നോക്കിക്കഴിഞ്ഞാല് ഈ എൻഡോത്തീലിയത്തിൽ ധാരാളം കോശങ്ങൾ കാണാൻ പറ്റും. എവിടെയാണ്? ഏതിന്റെ എൻഡോത്തീലിയത്തിലാണ്? ഈ ഹെപ്പാറ്റിക് സൈനസോയിഡ്സിന്റെ. ആ ഹെപ്പാറ്റിക് സൈനസോയിഡിലൂടെയാണ് ധാരാളം ബ്ലഡ് വെസൽസും കാര്യങ്ങളും ഒക്കെ കടന്നു പോകുന്നത്. വെയിനുകളൊക്കെ, ധമനികളും സിരകളും ഒക്കെ കടന്നു പോകുന്നത്, സിരകളൊക്കെ കടന്നു പോകുന്നത് ഇതുവഴിയാണ്. അപ്പം അതിന്റെ ഉള്ളിലായിട്ട്, അതിന്റെ എൻഡോത്തീലിയത്തിലായിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള കോശങ്ങൾ കാണപ്പെടുന്നു. അങ്ങനെ അവിടെ ഫിക്സ് ചെയ്തിരിക്കുന്ന ഈ ഹെപ്പാറ്റിക് സൈനസോയിഡ്സിൽ, അതിന്റെ എൻഡോത്തീലിയത്തിൽ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് സൈനസോയിഡ്സിൽ കാണപ്പെടുന്ന ഒരു തരം സെൽസ് ആണ് എന്ന് പറയുന്നത്. ഈ കാണപ്പെടുന്ന കോശങ്ങളാണ്, ഈ കോശങ്ങളാണ് ആരെന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ആരുടെ? പുഫർ
കൂഫർ സെൽസ് എന്ന് പറയും. കൂഫർ സെൽസ് അല്ലെങ്കിൽ കൂഫർ കോശങ്ങൾ അല്ലെങ്കിൽ കൂഫർ കോശം അല്ലെങ്കിൽ അതിന് വേറൊരു കൂഫർ കോശം ഈസ് ആൾസോ ഇറ്റ് ഇസ് എ ഫാഗോസൈറ്റിക് സെൽസ് അല്ലേ, ഫാഗോസൈറ്റിക് സെൽസ് ആണ് അല്ലെ. അതായത് ഫാഗോസൈറ്റോസിസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സെല്ലാണ് ആരെന്ന് പറയുന്നത്, കൂഫർ കോശം. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു ഈ ധമനികൾ സ്ഥിര വഴിയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിനകത്തേക്ക് ഓക്സിജനും പോഷണവും ഇതെല്ലാം കൊണ്ടുവരുന്നത് ഇല്ലേ. അതായത് ആ രക്തത്തിൽ നിന്നാണ് ഇവിടെയുള്ള ഈ കോശങ്ങൾക്ക്, ഈ അടുക്കി വെച്ചിരിക്കുന്ന കോശങ്ങൾക്ക് എല്ലാം ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ലോബ്യൂൾസിന്, ഹെപ്പാറ്റിക് ലോബ്യൂൾസിനെല്ലാം ലഭിക്കുന്നത്. അപ്പം ഈ ബ്ലഡിലൂടെ ആയിരിക്കും ആരും കടന്നു വരുന്നത്, ഈ വരുന്ന രക്തത്തിലൂടെ ആയിരിക്കും ആരും വരുന്നത്. ഈ ബ്ലഡ് ഇങ്ങനെ ഒഴുകി വരും. ഈ രക്തം ഇങ്ങനെ ഒഴുകി ഇതിനകത്തൂടെയാണല്ലോ വരുന്നത്. ഇതിനകത്തൂടെ വരുമ്പോഴത്തേക്ക് ഈ രക്തത്തിലൂടെ തന്നെയാണ് ആര് വരുന്നത് ഇവിടെ ഈ രക്തത്തിലൂടെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. ആര് ബാക്ടീരിയ വൈറസും ഒക്കെ വരണമെങ്കിൽ ഈ രക്തത്തിലൂടെ വരത്തുള്ളൂടെ അല്ലേ. അങ്ങനെ ബാക്ടീരിയ എന്തെങ്കിലും ഈ രക്തത്തിലൂടെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവൻ എന്ത് നടത്തും, ഈ കൂഫർ സെൽസ് എന്ത് നടത്തും, ഫാഗോസൈറ്റോസിസ് നടത്തും, വിഴുങ്ങും. ഈ ബാക്ടീരിയങ്ങളെ, ഈ ഫോറിൻ ബോഡീസിനെ, ഈ അണുക്കളെ എല്ലാം ഈ കൂഫർ സെൽസ് പിടിച്ചങ്ങ് വിഴുങ്ങും. അങ്ങനെയാണ് നമ്മളെ രക്ഷിക്കുന്നത്. മനസ്സിലായല്ലേ? ഓക്കെ. അതുപോലെ തന്നെ നമുക്കറിയാം ഈ സെൽസ് ഏതാണ്, ഈ സെൽസിനെ വിളിക്കുന്ന പേരെന്താണ്, ഹെപ്പാറ്റിക് കോശങ്ങൾ അല്ലേ. ഇവിടെ അല്ലയോ അതായത് ഹെപ്പാറ്റിക് ലോബ്യൂൾസിനകത്തുള്ള കോശങ്ങൾ, പ്ലേറ്റുകൾ പോലെ കാണപ്പെടുന്ന കോശങ്ങൾ ഹെപ്പാറ്റിക് കോശങ്ങളാണ്. അതിന്റെ ഇടയിലുള്ള പ്ലേറ്റായിട്ട്, അതായത് പ്ലേറ്റുകൾ പോലെ അടുക്കി വെച്ചിരിക്കുന്ന ഹെപ്പാറ്റിക് കോശങ്ങളുടെ ഇടയിലുള്ള ആ സ്പേസ്, ആ പ്ലേറ്റുകൾ, കുറെ പ്ലേറ്റുകൾ ഇങ്ങനെ അടുക്കുമ്പോഴത്തേക്ക് ഇതൊരു പ്ലേറ്റ് ഇങ്ങനെ പ്ലേറ്റുകൾ അടുക്കി വെക്കുമ്പോൾ അതിന്റെ ഇടയിൽ സ്പേസ് വരുമല്ലോ. അതിന്റെ ഇടയിൽ വരുന്ന സ്പേസ്, ആ സ്പേസിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, ഹെപ്പാറ്റിക് സൈനസോയിഡ്സ് അല്ലേ. ഈ പ്ലേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെപ്പാറ്റിക് കോശങ്ങളാണ്. ഓക്കെ. ആ പ്ലേറ്റിനിടയ്ക്കുള്ള ആ സ്പേസ്, ആ ചാനൽ, അതാണ് ഹെപ്പാറ്റിക് സൈനസോയിഡ്സ്. ഹെപ്പാറ്റിക് സൈനസോയിഡ്സിന്റെ എൻഡോത്തീലിയത്തിൽ കാണപ്പെടുന്ന കോശങ്ങളാണ് എന്തെന്ന് പറയുന്നത്, കൂഫർ കോശങ്ങൾ. അപ്പൊ കൂഫർ കോശങ്ങൾ എവിടെ കാണപ്പെടുന്നു എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് HSIക്ക് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കരളിൽ കാണപ്പെടുന്നു ചോദിക്കത്തില്ല. ഹെപ്പാറ്റിക് കോശങ്ങളെ കരളിലെ ഹെപ്പാറ്റിക് സൈനസോയിഡിലെ എൻഡോത്തീലിയത്തിലായിട്ടാണ് ആര് കാണപ്പെടുന്നത്, കൂപ്പർ കോശങ്ങൾ കാണപ്പെടുന്നത്. അവരുടെ ധർമ്മം എന്താണ്, ഫാഗോസൈറ്റോസിസ് ആണ്. പുറത്തുനിന്ന് വരുന്ന ബാക്ടീരിയ പോലുള്ള ആൾക്കാരെ പിടിച്ച് വിഴുങ്ങി തിന്നുകൊണ്ട് നമ്മളെ സംരക്ഷിക്കുക. അതാണ് ആരുടെ ധർമ്മം എന്ന് പറയുന്നത്, കൂഫർ കോശങ്ങളുടെ ധർമ്മം. ഇനി ആ സൈനസോയിഡില് പ്ലേറ്റുകൾ പോലെ അടങ്ങിയിരിക്കുന്ന ആ ഹെപ്പാറ്റിക് കോശങ്ങള്, ആ ഹെപ്പാറ്റിക് സെൽസ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സൈനസോയിഡ്സ് കണ്ടെയ്നിങ് ഹെപ്പാറ്റിക് സെൽസ്. ഈ ഹെപ്പാറ്റിക് സെൽസ് ആണ്, ഈ ഹെപ്പാറ്റിക് കോശങ്ങളാണ് എന്തുണ്ടാക്കുന്നത്, ഈ ഹെപ്പാറ്റിക് കോശങ്ങളാണ് എന്ത് പ്രൊഡ്യൂക്കുന്നത്, ഹെപ്പാറ്റിക് കോശം എന്തുണ്ടാക്കുന്നു, ഹെപ്പാറ്റിക് കോശംസ് അല്ലെങ്കിൽ ഹെപ്പാറ്റിക് സെൽസ് പ്രൊഡ്യൂസസ്. നമുക്കറിയാം കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ഏതാ, പിത്തരസം. ഇപ്പൊ പിടികിട്ടിയോ, ബൈൽ എന്ന് പറയും, പിത്തരസം. അപ്പൊ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് ഒറ്റയടിക്ക് ആരെന്ന് പറയാൻ പറ്റൂല, കരളെന്ന് പറയാൻ പറ്റൂ. അത് ജനറൽ PSC ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുമ്പോഴത്തേക്ക്, HSA HST കാർഡ് ചോദിക്കുമ്പോഴത്തേക്ക് ആരാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത്, ഹെപ്പാറ്റിക് സെൽസ് ആണ്. ഹെപ്പാറ്റിക് സെൽസ് എവിടെ കാണപ്പെടുന്നു, ഹെപ്പാറ്റിക് സെൽസ് എവിടെ കാണപ്പെടുന്നു, ഹെപ്പാറ്റിക് ലോബ്യൂൾസിനകത്ത് പ്ലേറ്റുകൾ പോലെ അടുക്കി വെച്ചിരിക്കുന്നു. ആ പ്ലേറ്റുകൾ പോലെ അടുക്കി വെച്ചിരിക്കുന്ന ഹെപ്പാറ്റിക് സെൽസ് ആണ് ആരെ ഉൽപ്പാദിപ്പിക്കുന്നത്, ബൈലിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ. ആ ബൈലിനെ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ വെക്കാൻ സ്ഥലമൊന്നുമില്ലല്ലോ, ഇവിടെ കോശങ്ങളല്ലേ ഉള്ളൂ. ഈ കോശങ്ങൾ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെറും കോശങ്ങളാണ്. ആ കോശങ്ങളാണ് ഈ കാണുന്ന കോശങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ. ഈ കാണുന്ന കോശങ്ങളാണ്
ഈ ബൈൽസിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ വെക്കാൻ പറ്റൂ? വെക്കാൻ പറ്റത്തില്ല. അപ്പൊ അതെന്ത് ചെയ്യും? ആ പിത്തരസം നേരെ എങ്ങോട്ടേക്ക് കൊണ്ടുവരും? പിത്താശയത്തിലേക്ക് കൊണ്ടുവരും. പിത്താശയം നമ്മൾ പിന്നീട് പഠിക്കും. പിത്താശയത്തിലാണ് ശേഖരിക്കുന്നത്. പിത്തരസം ശേഖരിക്കുന്നത് പിത്താശയത്തിലേക്ക്, അല്ലെങ്കിൽ ഹെപ്പാറ്റിക് ഡക്റ്റ് എന്ന് പറയും. പിത്താശയം ശേഖരണം, പിത്താശയത്തിലാണ് ശേഖരണം. അവിടെ സ്പേസ് ഇല്ല, അതുകൊണ്ട് പിത്താശയത്തിൽ ശേഖരിക്കും. മനസ്സിലായില്ലേ? സോറി, പിത്താശയം എന്ന് പറയുന്നത് ഹെപ്പാറ്റിക് ഡക്റ്റ് അല്ല, ഹെപ്പാറ്റിക് ഡക്റ്റ് വഴി. പിത്താശയത്തിന്റെ ഇംഗ്ലീഷ് എന്താണ്ട്? ബ്ലാഡർ, ഗാൾ ബ്ലാഡർ അല്ലേ? അതായത് പിത്തരസം ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ, ഹെപ്പാറ്റിക് സെൽസ് പിത്തരസം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഹെപ്പാറ്റിക് ഡക്റ്റിലൂടെ നേരെ പിത്താശയത്തിലെത്തിക്കും. ഇത് ഹെപ്പാറ്റിക് ഡക്റ്റ്, ഒരു ഡക്റ്റിലൂടെ നേരെ ഒഴുകി പിത്താശയത്തിലേക്ക്, ഗാൾ ബ്ലാഡറിലേക്ക് വരും. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പിത്തരസം ഹെപ്പാറ്റിക് കോശങ്ങൾ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു ഹെപ്പാറ്റിക് ഡക്റ്റിലൂടെ, ഒരു പിത്താശയ കുഴലിലൂടെ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് ഡക്റ്റിലൂടെ ഒഴുകി പിത്താശയത്തിലേക്ക്, ഗാൾ ബ്ലാഡറിൽ ശേഖരിക്കും. അങ്ങനെയുള്ള ഈ ഡക്റ്റ്, പിത്താശയ ഡക്റ്റ് ഞാൻ വരയ്ക്കണം. ദിസ് ഈസ് ദ ഡക്റ്റ്, പാൻക്രിയാറ്റിക് ഡക്റ്റ്. ഇത് പാൻക്രിയാറ്റിക് ഡക്റ്റ്, പിത്താശയ ഡക്റ്റ് ആണ്. ആ ഡക്റ്റ്, ഈ പിത്താശയ ഡക്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല്, ഈ പിത്താശയ ഡക്റ്റിനെ, അത് നമ്മൾ വിളിക്കുന്ന പിത്താശയ ഡക്റ്റിനെ നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുന്നത് എന്തെന്ന് പറയാമോ? ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ് എന്ന്. ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ്. ഈ ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല്, ഈ ഹെപ്പാറ്റിക് പാൻക്രിയാറ്റിക് ഡക്റ്റിനെ പൊതുവെ ഗാർഡ് ചെയ്യുന്നത്, ഈ ഡക്റ്റിനെ പൊതുവെ ഗാർഡ് ചെയ്യുന്ന, അതിനെ സംരക്ഷിക്കുന്ന ഒരു മസിൽസ് ഉണ്ട്. നമ്മൾ സ്പിൻഡ്രേനി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഏനസിലും നമ്മുടെ ജെനൈറ്റൽ ഓർഗന്റെ ഭാഗത്തും ഒക്കെ കാണപ്പെടുന്ന മസിൽസ് ഉണ്ട്. ആവശ്യ സമയത്ത് കോൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന മസിൽസ് ഉണ്ട്. സ്പിൻഡ്രേനി നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ ഇവിടെയും ഈ ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ്, കാരണം അത് ആവശ്യമുള്ള സമയത്ത് വികസിച്ചാൽ മതി, ആവശ്യമുള്ള സമയത്ത് ചുരുങ്ങിയിരിക്കുക. പിത്തരസം ഉൽപ്പാദിപ്പിക്കുമ്പോൾ, അവിടെ നിറയുമ്പോൾ, കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ നേരെ കൊണ്ടുവരാൻ വേണ്ടി മാത്രം പ്രവർത്തിച്ചാൽ മതി, അല്ലാത്തപ്പോൾ മിണ്ടാതിരിക്കുക. അപ്പൊ അതുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്പിൻഡർ കാണപ്പെടുന്നു, ഒരു സ്പിൻഡർ മസിൽസ്, ഒരു സ്പിൻഡർ ഇവിടെ കാണപ്പെടുന്ന ഒരു സ്പിൻഡർ ഉണ്ട്. ഈ സ്പിൻഡറിനെ വിളിക്കുന്ന പേരാണ്, അതാണ് പരീക്ഷയിൽ ചോദിച്ചത്. ആ സ്പിൻഡറിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? സ്പിൻഡർ ഓഫ് ഓഡി. കേട്ടിട്ടുണ്ടോ സുവോളജിക്കാരെ? കേട്ടിട്ടുണ്ടോ? സ്പിൻഡർ ഓഫ് ഓഡി. അപ്പൊ സ്പിൻഡർ ഓഫ് ഓഡി എവിടെ കാണപ്പെടുന്നു? എവിടെയാ കാണപ്പെടുന്നത്? ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റില്. ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റിലാണ് സ്പിൻഡർ ഓഫ് ഓഡി ഉള്ളത്. മനസ്സിലായടെ?